بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇത്തഖുല്ലാ. അനിയന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓഡിറ്റോറിയത്തിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുള്ളത് ഒരു ക്ലാരിറ്റി, സംസാരത്തിലൊരു ക്ലാരിറ്റി കുറവുണ്ടാവും. അങ്ങനെയുണ്ടോ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുണ്ടല്ലേ? ചില ഓഡിറ്റോറിയങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നത് ബാക്കിൽ അത്ര ക്ലാരിറ്റിയോടുകൂടി കേൾക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാറ്. ഏതായാലും നിങ്ങളുടെ തല കുലുക്കലിൽ നിന്ന് ക്ലാരിറ്റി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു കാര്യങ്ങൾ പറയുന്നത് കൃത്യതയോടുകൂടി മനസ്സിലാക്കാനുള്ള കഴിവും ശേഷിയും സാഹചര്യവും സന്ദർഭവും സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. റമദാനിൽ നിരന്തരമായ പ്രഭാഷണങ്ങളാണ് നമ്മുടെ എല്ലാ പ്രബോധകന്മാർക്കും. നോമ്പ് ആദ്യത്തെ 10 അല്ലെങ്കിൽ ആദ്യത്തെ 10 അവസാനത്തതിലേക്ക് പ്രവേശിക്കുകയാണ്. ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10-15 ക്ലാസ്സായി ഇപ്പോൾ റമദാനിൽ മാത്രം. അതുകൊണ്ട് ധാരാളം പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ലക്ഷ്യം, ഉദ്ദേശാർത്ഥം. ക്ലാസ്സുകൾക്കും വഅളുകൾക്കും പ്രസംഗങ്ങൾക്കൊന്നും കുറവില്ല. എന്നിട്ടും മുസ്ലിം ഉമ്മത്ത് എന്താണ് ഇങ്ങനെ എന്ന ചോദ്യം മുസ്ലിങ്ങളും അല്ലാത്തവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മദ്രസയുണ്ട് ഇല്ലേ? ആഴ്ചയിൽ എത്ര ദിവസം? 2 ദിവസം, ശനി ഞായർ. അത്യാവശ്യം സമയം കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഞങ്ങളെ മലപ്പുറം ജില്ലയിലൊക്കെ എല്ലാ 6 ദിവസവും മദ്രസ, രാവിലെ 1.5 മണിക്കൂർ. സമസ്തയുടെ മദ്രസയും അങ്ങനെയാണ്, സലഫി മദ്രസകളും അങ്ങനെയാണ്, തബ്ലീഗിന്റെ മദ്രസകളും ഒക്കെ അങ്ങനെയാണ്. സമസ്തയുടെ മദ്രസയിൽ രാവിലെ ഉണ്ടാവും, വൈകുന്നേരം ഉണ്ടാവും. അപ്പൊ മദ്രസ വിദ്യാഭ്യാസത്തിന് കുറവുണ്ടോ? ഒരിക്കലുമില്ല. എന്നിട്ട് ചോദ്യം ബാക്കിയാവുകയാണ്, എന്താണ് മുസ്ലിം ഉമ്മത്ത് ഇങ്ങനെ? റമദാനിന്റെ തൊട്ട് മുന്നിൽ നമ്മൾ കേട്ട വാർത്ത സ്വന്തം ഉമ്മയെ, നൊന്ത് പ്രസവിച്ച മാതാവിനെ വെട്ടിക്കൊല്ലുന്നതാണ്, അടിച്ചു കൊല്ലുന്നതാണ്. ഒരു മാതാവിന് ഇസ്ലാം നൽകിയ പ്രാധാന്യം എത്രത്തോളമാണ്? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളയും റസൂലും കഴിഞ്ഞാൽ പിന്നെ അവൻ ഏറ്റവും പ്രിയപ്പെട്ടത് അവന്റെ ഉമ്മയാണ്. ആ മാതാവിനോളം വരില്ല ലോകത്ത് വേറെ ഒരാളും. ബാക്കി എല്ലാവരും നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത് നമ്മൾ വലുതായതിനു ശേഷമാണ്, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് പിറന്നു വീണതിന് ശേഷമാണ്. അള്ളാഹുവിന്റെ കരുതൽ അതിനു മുമ്പേ ഉണ്ട്. നമ്മുടെ ഉമ്മയുടെ കരുതലും അള്ളാഹു നിമിത്തം അതിനു മുമ്പേ ഉണ്ട്. പുരുഷന്റെ ശരീരത്തിൽ നിന്ന് തെറിച്ചു വീഴുന്ന ശുക്ലത്തിലെ കോടിക്കണക്കിന് ബീജത്തിൽ നിന്ന് ലക്ഷണമൊത്ത ബീജത്തെ അള്ളാഹു തആല ഉദ്ദേശിച്ചതിനെ അണ്ഡവുമായി ചേർത്ത് ഗോളാകൃതി പ്രാപിച്ച് മാതാവിന്റെ ഗർഭപാത്രത്തിന്റെ 1ാമത്തെ ഭിത്തിയിൽ ഓട്ടയുണ്ടാക്കി, 2ാമത്തെ ഭിത്തിയിൽ ദ്വാരമുണ്ടാക്കി, 3ാമത്തെ ഭിത്തിയിൽ ചെന്ന് അള്ളിപ്പിടിച്ചു നിന്ന
ഒരു രക്തകഷ്ണമായിരുന്നു നമ്മളെല്ലാവരും. ലോകത്തിന്റെ മുമ്പിലേക്ക് അള്ളാഹുവിന്റെ ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ സന്ദേശമായി, അവന്റെ കലാമായി അള്ളാഹു ഇറക്കിക്കൊടുത്ത ഖുർആനിലെ ആദ്യത്തെ വചനം തന്നെ ആ പദവുമായി ബന്ധപ്പെട്ടതാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. എന്താണ് അലഖ് എന്നർത്ഥം? അട്ട എന്നാണ് മലയാളത്തിൽ ഒരർത്ഥം. പാടത്തും പറമ്പിലൊക്കെ കാണുന്ന അട്ടയ്ക്ക് വേണമെങ്കിൽ അലഖ് എന്ന് പറയാം. ഈ ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ രക്തകഷ്ണത്തിന് എന്തിനാണ് അലഖ് എന്ന് പ്രയോഗിക്കുന്നത്? അതൊരട്ടയെ പോലെ ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ അള്ളിപ്പിടിച്ച് തൂങ്ങിപ്പിടിച്ച് കിടക്കുകയായിരുന്നു, കടിച്ചു പിടിച്ച് കിടക്കുകയായിരുന്നു. അതിന്റെ ആ സ്വഭാവം കൊണ്ടാണ് ഖുർആൻ അതിന് അലഖ് എന്ന് പ്രയോഗിച്ചത്. നമ്മൾ എത്ര തവണ ഓതി ആ സൂറത്ത്, എത്ര തവണ കേട്ടു നമ്മൾ അലഖ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അപ്പോൾ നമ്മൾ എത്ര തവണ കേട്ടു ഈ സൂറത്ത്? ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരോടും ഉപ്പമാരോടും ജ്യേഷ്ഠാനിയന്മാരോടും ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ എത്ര തവണ കേട്ടു, എത്ര തവണ ഓതി പാരായണം ചെയ്തു? എന്നിട്ട് അലഖ് എന്ന പദം നമ്മുടെ ചിന്തയിലേക്ക്, ആലോചനയിലേക്ക് വന്നോ? നമ്മുടെ ചിന്തകളെ തട്ടി ഉണർത്തിയോ? ഒരു പദം കണ്ടിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം ആളുകളാണ് ഇസ്ലാമിലേക്ക് വന്നത്. നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അലഖ് എന്ന പദം കണ്ടിട്ട് ഇസ്ലാമിലേക്ക് വന്ന ധാരാളം ആളുകളുണ്ട്. അത്ര ആപ്റ്റായ, ഇത്ര ക്ലിയറായി സൂട്ടബിളായ ഒരു പദം ലോകത്ത് എവിടെ തെരഞ്ഞിട്ടും കിട്ടാതെ ഖുർആനിലേക്ക് ശാസ്ത്രീയ വിദഗ്ധന്മാർ വഴി നടക്കുന്ന ശാസ്ത്രീയ വിദഗ്ധന്മാരും ഗവേഷകന്മാരും ഒക്കെ ഖുർആനിന്റെ മുന്നിലേക്ക് തിരിഞ്ഞു നടക്കുന്ന അത്ഭുതകരമായ, ആശ്ചര്യഭരിതമായ രംഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ പറയുന്നത്, ഉമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ നമ്മളൊക്കെ അങ്ങനെയായിരുന്നു. നല്ല തടിയുണ്ട്, നല്ല മിടുക്കുണ്ട്, ജിമ്മിന് പോകുന്നവരുണ്ട്, സ്വന്തം മസിൽ കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് നോക്കിക്കണ്ട് ആസ്വദിക്കുന്നവരുണ്ട്, ആരോഗ്യ ദൃഢഗാത്രന്മാരുണ്ട്. പക്ഷേ നമ്മൾ ആരായിരുന്നു? 40 വയസ്സുള്ള ഒരാൾ ചിന്തിക്കണം, 40 കൊല്ലം മുമ്പ് ഞാൻ ആരായിരുന്നു? ആരുമല്ല, സീറോ ആണ്, ബിഗ് സീറോ. പിന്നെ ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ ഉള്ളിലാണ്. ആ ഉമ്മ കഴിച്ച ഭക്ഷണത്തിന്റെ വിറ്റാമിനുകളിൽ നിന്ന് അവശ്യമായ വിറ്റാമിനുകൾ അല്ലാഹു തആല ഒരു കേബിൾ വയറിട്ട്, ഗർഭപാത്രത്തിനുള്ളിലേക്ക് ഒരു കേബിൾ വയറിട്ട് കണക്ട് ചെയ്ത് ഉമ്മ കഴിച്ച ഭക്ഷണത്തിന്റെ വിറ്റാമിനുകളിൽ നിന്ന് നിനക്ക് വേണ്ടത് വേണ്ട സമയത്ത് നൽകി. അങ്ങനെയാണ് ആണും പെണ്ണുമൊക്കെ ഗർഭപാത്രത്തിൽ വളർന്നത്. പ്രസവ സമയമാകുമ്പോ കുഞ്ഞിന്റെ തലഭാഗം വന്ന് ഗർഭപാത്രത്തിന്റെ വാതിലിൽ മുട്ടി വിളിക്കും. അപ്പോഴാണ് സ്ത്രീ പറയുന്നത്, എനിക്ക് വേദന ആരംഭിച്ചു എന്ന്. സമയമായി പുറത്തേക്ക് വരാൻ. വിശദീകരിക്കുന്നില്ല. ഒരു കൊടുത്ത ദ്രാവകം സൂക്ഷിച്ച സഞ്ചി ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് പൊട്ടിക്കുന്നു. കൊടുത്ത ദ്രാവകം പുറത്തേക്ക് ഒഴുകുന്നു. ആ കുഞ്ഞ് വഴുക്കി വഴുക്കി പുറത്തേക്ക് വരാൻ. അപ്പോ ഉമ്മ കഴിച്ച ഭക്ഷണത്തിന്റെ വേണ്ട അവശ്യ ഘടകങ്ങൾ കുഞ്ഞിലേക്ക് എത്തിക്കാൻ വേണ്ട പൊക്കിൽ കൊടിയിലെ കേബിൾ വയർ മുറിഞ്ഞ് അല്ലെങ്കിൽ മുറിച്ച്, പ്രിയപ്പെട്ടവരെ, അതിന്റെ അടയാളം ഇന്നും നമ്മുടെ വയറിന്റെ അടിഭാഗത്ത് ശസ്ത്രക്രിയക്ക് പോലും മാറ്റിയെടുക്കാൻ പറ്റാത്ത വിധത്തിൽ മനുഷ്യരുമായി ഒട്ടി നിൽക്കുന്നു എന്ന് ശാസ്ത്രലോകം പറയും. ആ ഉമ്മ സഹിച്ച വേദന, പ്രയാസം, വഹിനൻ അലാ വഹിൻ, ഖുർആന്റെ പ്രയോഗം അങ്ങനെയാണ്. വഹിനൻ അലാ വഹിൻ, പ്രയാസത്തിന്മേൽ പ്രയാസം. ഛർദി, ക്ഷീണം, തളർച്ച, ബോധക്ഷയം സംഭവിക്കൽ, ഒരു മരണത്തോട് മല്ലടിക്കുന്ന വേദന, ശരീരത്തിലെ എല്ലുകൾ പൊട്ടിപ്പോകുമാറുള്ള വേദന. സാധാരണ പ്രസവത്തിലെ ശക്തമായ വേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീ ഇനി ഞാൻ പ്രസവിക്കില്ല എന്ന് മനസ്സുകൊണ്ട് പറയുന്ന രംഗം. കുഞ്ഞിന്റെ മുഖവും
ആ കുഞ്ഞിന്റെ നിഷ്കളങ്കതയും കുഞ്ഞിന്റെ നിഷ്കാപ്പട്യതയും കാണുമ്പോൾ വീണ്ടും ചേർത്തു പിടിച്ച് എല്ലാം മറന്നു പോകുന്ന ആ ഗർഭം ചുമന്ന ഉമ്മ, ആ ഉമ്മയെ മൂർച്ച കൂട്ടിയ കത്തി കൊണ്ട് ഉമ്മയുടെ നെഞ്ചിടത്തിലേക്ക് കത്തി ആയി നിറക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ എവിടെയെങ്കിലും കാരുണ്യത്തിന്റെ, ദയയുടെ, ആർദ്രതയുടെ, അനുകമ്പയുടെ, ഒരു അലിവിന്റെ ഏതെങ്കിലും ഒരു അംശം ബാക്കിയുണ്ടെങ്കിൽ സാധിക്കുമോ അത്? സാധിക്കുമോ അത്? ഉമ്മ ഒറ്റയ്ക്ക് കിടക്കുന്ന ബെഡ്റൂമിലേക്ക് ചുറ്റികയുമായി ചെന്ന് ഉമ്മയുടെ പിറകിലൂടെ ചെന്ന് മിണ്ടാതെ, ഇനി കണ്ടാൽ തന്നെ മോനല്ലേ, റൂമിലേക്ക് വരുന്നത് മോനല്ലേ, ശ്രദ്ധിക്കേണ്ടതുണ്ടോ? താൻ പ്രസവിച്ച് നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ച് അമ്മിഞ്ഞപ്പാല് നൽകി മുലയൂട്ടി വളർത്തി, പാലില്ലാത്ത സമയത്ത് ഡോക്ടറെ പോയി കണ്ട് പ്രിസ്ക്രിപ്ഷൻ കുറിച്ചു വാങ്ങി മെഡിക്കൽ ഷോപ്പിലേക്ക് ആളെ വിട്ട് പൊടി വാങ്ങിക്കൊണ്ടുവന്ന് പാലിൽ ചേർത്ത് കഴിച്ച്, ഭക്ഷണത്തിൽ ചേർത്ത് കഴിച്ച്, അങ്ങനെ നെഞ്ചിടത്തിൽ പാലുണ്ടാക്കി കുഞ്ഞിന്റെ ചെറിയ കൂർത്ത പല്ലുകൾ കൊണ്ടുള്ള നൊമ്പരങ്ങൾ കിട്ടിയപ്പോഴും പ്രാഗി പറയാതെ ചേർത്തു പിടിച്ച് അമ്മിഞ്ഞപ്പാല് നൽകി വളർത്തിക്കൊണ്ടുവന്ന മോനാണ് ബെഡ്റൂമിലേക്ക് വരുന്നത്. ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഒരു കൂസലുമില്ലാതെ ആ മോൻ ഉമ്മയുടെ തലക്കടിച്ച്, ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കണ്ണിന്റെ ഭാഗം പറഞ്ഞു പോകുമാറ് അനിയന്റെ, അല്ലെ വല്യമ്മയുടെ, ഉമ്മ മരിച്ചു എന്ന് തോന്നുന്ന സമയത്ത് അവിടെ വിട്ട് പോകുന്നു വല്യമ്മയുടെ റൂമിലേക്ക്. വല്യമ്മയുടെ തലക്കടിച്ച് മരണം ഉറപ്പ് വരുത്തി കഴുത്തിലെ മാല ഊരിയെടുത്ത് കൊണ്ട് പണയം വെച്ച് 74,000 രൂപ ഞാൻ വായിച്ചത് ശരിയാണെങ്കിൽ അതുകൊണ്ടുപോയി CDM-ലിട്ട് തന്റെ അക്കൗണ്ടിലാക്കി കൊടുക്കാനുള്ള സുഹൃത്തിന് അതിൽ നിന്ന് 40,000 രൂപ ട്രാൻസ്ഫർ ചെയ്ത് എന്നിട്ട് വീണ്ടും പോകുന്നു അനിയനെ കൊല്ലാൻ. ഇതേതെങ്കിലും ഒരു നിമിഷത്തിൽ സംഭവിക്കുന്ന ഒരു യാദൃശ്ചികമായ സംഭവമാണോ? ആണോ പ്രിയപ്പെട്ടവരെ? ആണോ? വാപ്പ നാട്ടിലില്ലാത്ത സമയത്ത് എൻ്റെ ജ്യേഷ്ഠൻ, അവനാണ് വാപ്പക്ക് തുല്യനായി കാണുന്ന ഈ ചെറിയ അനിയൻ, ഈ കുഞ്ഞനുജൻ, അവന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി മന്തി വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അവന്റെയും തലക്കടിച്ച് അവനെയും കൊല്ലുന്നു. ആ വീഡിയോ കണ്ടാൽ ഏതൊരു മനുഷ്യന്റെ തൊണ്ടയാണ് ഗദ്ഗതമാവാത്തത്? ഏതൊരു മനുഷ്യന്റെ ചുണ്ടുകളാണ് വിതുമ്പിപ്പോവാത്തത്? ഏതൊരു മനുഷ്യന്റെ ആ ഹൃദയമാണ് പൊട്ടിപ്പോവാത്തത്? ഏതൊരു മനുഷ്യന്റെ കരളാണ് അരിഞ്ഞു പോകാത്തത്? അല്ലേ? ആ ചെറിയ അനുജൻ വീണ് കിടക്കുന്ന, കമയിന്ന് കിടക്കുന്ന വീഡിയോ ഞാൻ കണ്ടു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ കയറി ചെന്ന് റൂം തുറന്ന് അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായി എടുക്കുന്ന വീഡിയോ, അത് യൂട്യൂബിൽ ഒന്ന് തുറന്നു നോക്കിയപ്പോ പൂർണ്ണമായി കാണാൻ സാധിക്കുന്നില്ല. ആ കുഞ്ഞിന്റെ കണ്ണ് പോലും പറഞ്ഞു പോകുമാറ് ചുറ്റിക കൊണ്ട് അടിച്ച് തകർത്തിരിക്കുന്നു. എന്നിട്ട് വീണ്ടും പോകുന്നു, അവസാനിപ്പിക്കുന്നില്ല. ബാപ്പയുടെ ചേട്ടൻ താമസിക്കുന്ന വീട്ടിലേക്ക് മൂത്താപ്പയെ ചെന്ന് അടിച്ചു കൊല്ലുന്നു, മൂത്തമ്മയെ അടിച്ചു കൊല്ലുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ സമയമെടുത്ത് ഓരോരുത്തരെയായി ഇഞ്ചിഞ്ചായി കൊന്നു തീർക്കുമ്പോൾ ആദ്യം അവൻ കൊല്ലാൻ തീരുമാനിച്ചത് ഉമ്മയെയാണ്. ഉമ്മ മരണം സംഭവിക്കാതെ ഹോസ്പിറ്റലിന്റെ കട്ടിലിൽ കിടന്നിട്ട് പറയുന്നു, ഞാൻ കട്ടിലിൽ നിന്ന് താഴെ വീണുപോയതാണ് എന്ന്. ശ്രദ്ധിക്കണേ, വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കാൻ ശ്രമിക്കുന്ന ഒരു ഉമ്മയുടെ കഥ ഞാൻ വായിക്കുന്നു. എന്താണ് ഉമ്മയുടെ കഥ എന്നറിയുമോ നിങ്ങൾക്ക്? ആ അമ്മ നല്ല എഡ്യൂക്കേറ്റഡ് ഫാമിലിയിൽ നല്ല ഗവൺമെന്റ് ജോലി സ്വീകരിച്ചു വന്ന, ആ ജോലിയിൽ നിന്ന് വിരമിച്ച അമ്മയെ 4 മക്കളിൽ ഇന്ന് താമസിക്കുന്ന വീട്ടിലെ ചെറിയ മോനും മോന്റെ ഭാര്യയും മരുമകളും ചേർന്ന് വൃദ്ധസദനത്തിന്റെ ഇരുട്ടറയിൽ കൊണ്ടുപോയി കാശ് എണ്ണിക്കൊടുത്ത് അവിടുത്തെ രജിസ്റ്ററിൽ ഒപ്പുവെച്ച് മടങ്ങാൻ നേരത്ത് വീൽ ചെയറിലിരിക്കുന്ന അമ്മ ഈ തന്റെ ചെറിയ 4ാമത്തെ കുട്ടിയാകുന്ന ഈ ചെറിയ മോനോട് ചോദിച്ചു, മോനെ, നിന്നോട് ഞാൻ എന്ത് തെറ്റാടാ ചെയ്തത്? അച്ഛൻ നേരത്തെ മരിച്ചിട്ടും നിങ്ങളെ ഞാൻ പോറ്റി വളർത്തിയില്ലേ? എന്റെ സാലറിയും എന്റെ പെൻഷനും ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നില്ലേ? നിങ്ങളെ ഞാൻ പഠിപ്പിച്ചില്ലേ? നിങ്ങളെ എല്ലാവരെയും ഞാൻ നല്ല നിലയിൽ എത്തിച്ചില്ലേ? എന്നിട്ട് മോനെ, ഈ വൃദ്ധസദനത്തിൽ ആരാരുമില്ലാത്ത ആളുകൾ താമസിക്കുന്ന ഈ സ്ഥലത്ത് മോനെ, എന്തിനാടാ നീ എന്നെ ഉപേക്ഷിച്ച് പോകുന്നത്? മരുമകൾ ശാഠ്യപ്പിടിക്കുന്നു മോനോട്, നിങ്ങൾ വരുന്നുണ്ടോ? രജിസ്റ്ററിൽ ഒപ്പിട്ടില്ലേ? പൈസ കൊടുത്തില്ലേ? ഇനി എന്ത് വർത്തമാനം പറയാനാ? അമ്മ നൊന്ത് പ്രസവിച്ച അമ്മ മകന്റെ കയ്യിൽ മുറുക്കി പിടിക്കുന്നു, മോനെ പോവല്ലടാ. ഭാര്യയുടെ വർത്തമാനം കേട്ട്
അമ്മ പിടിച്ചിരിക്കുന്ന കൈ കുറച്ച് ബലം പ്രയോഗിച്ച് വിടിയിപ്പിച്ച് ഈ മകൻ മുന്നോട്ട് പോകുമ്പോൾ, സ്റ്റെപ്പിറങ്ങി താഴോട്ട് പോകുമ്പോൾ ഒരു കല്ലിൽ തട്ടി അങ്ങ് മറിഞ്ഞു വീടുന്നു. വീൽ ചെയറിലിരിക്കുന്ന അമ്മ തന്നെ വൃദ്ധസദനത്തിലാക്കി പോവുകയാണ് എന്ന് ഉറപ്പായിട്ടും, വിദ്യാസമ്പന്നയായ ഗവൺമെന്റ് ജോലിയിൽ നിന്ന് വിരമിച്ച അമ്മ, വിദ്യാസമ്പന്നയായ അമ്മയായിട്ടും ബോർഡുകളും എല്ലാം വായിക്കാൻ അറിഞ്ഞിട്ടും ആ അമ്മ ഈ മകന്റെ വീഴ്ച കണ്ട് വീൽ ചെയറിൽ ഇറങ്ങി മകൻ വീണ സ്ഥലത്തേക്ക് നിരങ്ങി നീങ്ങി മകന്റെ തലയെടുത്ത് മടിയിൽ വെച്ചിട്ട് മുടികൾക്കിടയിലൂടെ വിരലോടിച്ചിട്ട് ചോദിച്ചു, മോനെ നിനക്കെന്തെങ്കിലും പറ്റിയോടാ? അതാണ് അമ്മ, അതാണ് അമ്മ, അതാണ് ഉമ്മ. ഞാൻ നോമ്പ് 1 എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് 4ാമത്തെ നോമ്പിന് വീട്ടിലൊന്ന് കയറി വീണ്ടും ഇറങ്ങി. ഒരു നോമ്പ് വീട്ടിൽ നിന്ന് തുറന്നു. യാത്രയിലാണ്. പക്ഷെ എൻ്റെ ഉമ്മ എത്ര തവണ വിളിച്ചു എന്നെ. അസുഖത്തിലായി കിടക്കുന്ന എൻ്റെ ഉമ്മ വിളിച്ചിട്ട് ചോദിക്കും രാത്രി, മോനെ വല്ലതും കഴിച്ചോടാ? എവിടെയാണ് ഉറങ്ങുക? എൻ്റെ ഭാര്യ വിളിക്കും. അവൾ മോശമൊന്നുമല്ല, നല്ല സ്വഭാവമാണ്. പക്ഷേ അവൾ വിളിച്ച ചോദിക്കുന്ന അസ്സലാമു അലൈക്കും, നിങ്ങൾ വരുന്നുണ്ടോന്നാ. എൻ്റെ ഉമ്മ ചോദിച്ചത് അല്ല, മോനെ വല്ലതും കഴിച്ചോടാ? എവിടെയാണ് ഉറങ്ങുക? ശ്രദ്ധിക്കണം കേട്ടോ, വണ്ടി ആരാ ഓടിക്കുന്നത്? ഉറക്കം വരുന്നുണ്ടോ? ഇതൊക്കെയാണ് ഒരു ഉമ്മ ചോദിക്കുന്നത്. ഉമ്മയുടെ ചോദ്യവും നമ്മുടെ ശരീരവും അവരുടെ ശരീരവും ചേർന്ന് നിൽക്കുന്ന ഭാര്യയും ഭർത്താവുമാകുന്ന ഭർത്താവിന്റെ ചോദ്യവും ഭാര്യയുടെ ചോദ്യവും തമ്മിൽ അജഗജാന്തരമുണ്ട്. അതാണ് ഉമ്മ. ഉമ്മ എന്ന് പറയുന്ന ഒരു വികാരം. ഞാൻ എന്തിനാണ് ഇങ്ങനെ തുടങ്ങിയത് പ്രിയപ്പെട്ടവരെ? ആ ഉമ്മയെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സമൂഹം വളർന്നു വരിക. എന്താ കാരണം? മദ്രസയുടെ കുറവാണോ? പള്ളിയുടെ കുറവാണോ? വയലിന്റെ കുറവാണോ? ക്ലാസിന്റെ കുറവാണോ? പക്ഷേ ഇതൊക്കെ ഒരു പുറംപൂച്ചുകളായി ഒരു യാന്ത്രികതയിൽ അവസാനിച്ചു പോകുന്നുണ്ടോ എന്ന് സംശയിച്ചു പോകുന്ന ലോകമാണ്. എല്ലാം ഒരു വൈബിന്റെ ലോകമാണിത്. എല്ലാം ഒരു മാർക്കിടൽ ലോകമാണിത്. പ്രസംഗങ്ങൾക്ക് മാർക്കിട്ട് കടന്നു പോകുന്ന ആളുകളാണ്. ഇന്നത്തെ ഖുതുബ ഗംഭീരമായിരുന്നു. ആ പള്ളിയിൽ വരാത്ത ഒരുത്തനോട് ഒരുത്തൻ പറയുന്നു, വരാത്ത ആൾ ചോദിച്ചു, എന്താണ് ഇന്നത്തെ വിഷയം? പറഞ്ഞാൽ പറയുന്നു, നിനക്ക് നഷ്ടമായി. വീണ്ടും ചോദിച്ചു, എന്തായിരുന്നു ഇന്നത്തെ വിഷയം? നീ വരേണ്ടതായിരുന്നു. വീണ്ടും ചോദിച്ചു, ഇന്നത്തെ വിഷയം എന്താണ്? കേട്ടോ, നിനക്ക് നഷ്ടമാണ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒരു സെന്റൻസ് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഖുതുബയ്ക്ക് മാർക്കിടുകയാണ്, പ്രസംഗങ്ങൾക്ക് മാർക്കിടുകയാണ്, വഅളുകൾക്ക് മാർക്കിടുകയാണ്. ഗംഭീരമായ പ്രസംഗമാണെന്ന് അതേ മനസ്സുകൊണ്ട് ഉറപ്പിക്കുകയാണ്. ഈ റമദാനിന്റെ ഇഫ്താറിന്റെ സംഗമത്തിൽ ചവലൂർപ്പടിയിൽ വന്ന് ഓഡിറ്റോറിയത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോ എന്റെ പ്രസംഗത്തിന് മാർക്കിടാനല്ല നിങ്ങൾ ആരും വന്നിട്ടുള്ളത്. പറയുന്ന വാക്കുകൾ ചെവിയിൽ കർണപുടത്തിൽ കേട്ട് അത് തലച്ചോറിലേക്കും ഈ വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിലേക്കും ഇറക്കി വെച്ച് അവിടെ ചില വിപ്ലവങ്ങൾ സൃഷ്ടിക്കണം. സാധിക്കുമോ? എങ്കിലേ ഈ സംസാരത്തിന് പ്രസക്തിയുള്ളൂ. ഇല്ലെങ്കിൽ ഇത് വെറും ഒരു തമാശയായി മാറും. ഇത് സംഘാടകർ കുറെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് അഭിമാനം കൊള്ളുകയല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. 1 മണിക്കൂർ സമയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതൊരു ഉപകാരപ്രദമായ കാര്യമാകണം. നിങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ വിട്ട് ഈ ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുമ്പോൾ അത് ഹൃദയത്തിൽ തട്ടുന്ന ചില വാക്കുകൾ കേട്ടുകൊണ്ട് മനസ്സിൽ ചില തീരുമാനങ്ങൾ എടുക്കണം. നോമ്പിന് മുമ്പ് ഫാത്തിമയും ആയിഷയും മൈമൂനയും ഖദീജയും കുശുംബിന്റെയും വാശിയുടെയും വടക്കിന്റെയും പരദൂഷണത്തിന്റെയും മേഷടിയുടെയും കളിയാക്കലിന്റെയും അപഹാസത്തിന്റെയും ആളാണെങ്കിൽ റമദാൻ കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങനെയായി മാറുന്നുവെങ്കിൽ നിങ്ങളുടെ ഈ റമദാനിന്റെ 30 ദിവസത്തെ നമസ്കാരങ്ങളോ ദിക്റുകളോ പ്രാർത്ഥനകളോ ക്ലാസുകളോ ഫലം കണ്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ മരണം സംഭവിച്ച ഖിയാമത്ത് നാളിന്റെ കോടതിയിൽ ചെന്നു നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ തീരുമാനിക്കാം. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഓരോ സംസാരവും നമ്മുടെ ഹൃദയത്തിൽ പാറയിൽ കൊത്തിവെച്ചതുപോലെ ചിലതൊക്കെ നമ്മുടെ മനസ്സുകളിൽ സൂക്ഷിച്ചു വെക്കണം. ചെറുപ്പക്കാരോട് ഞാൻ പറയാ, നിങ്ങളുടെ ഭാര്യയേക്കാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടത് വലുത് ഭാര്യയാണ്, ഉമ്മയാണ്, തർക്കല്ല. പക്ഷേ ഉമ്മമാർ മനസ്സിലാക്കേണ്ടത് നമ്മൾ ജീവിച്ചു വന്നു. ഈ മക്കൾ നമ്മുടെ ജീവിതത്തിലൂടെ റബ്ബ് നൽകിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ മോൻ കൊണ്ടുവന്ന എൻ്റെ മരുമകളായ മോള് അവളും ജീവിക്കാനുള്ളവളാണ്. അതുകൊണ്ട് അവളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അവർക്ക് ആസ്വദിക്കേണ്ടതുണ്ട്, ആനന്ദിക്കേണ്ടതുണ്ട്, ആഹ്ലാദിക്കേണ്ടതുണ്ട്, ജീവിക്കേണ്ടതുണ്ട്, സ്വസ്ഥത കിട്ടേണ്ടതുണ്ട്, സമാധാനം കിട്ടേണ്ടതുണ്ട്. അത് കൊടുക്കാൻ
ഭർത്താവിന്റെ ഉമ്മ എന്ന നിലക്ക് അവളുടെ മുമ്പിൽ ഞാൻ ഒരു ഉമ്മയായി നിൽക്കണമെന്ന് ഓരോ ഉമ്മയും തീരുമാനിക്കണം. ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് പിടവുകൾ ഉണ്ടായതിന്റെ പേരിൽ നമ്മുടെ വീട്ടിൽ സമാധാനം നഷ്ടപ്പെടാൻ പാടില്ല. തിരിച്ചും മറിച്ചുമൊക്കെ ഉണ്ടാകണം. എത്ര വീടുകളിലാണ് ഉമ്മ പാവമാണ്, ഉമ്മ നമുക്ക് വിലപ്പെട്ടതാണ്. ഒരാണിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മ എന്നത് ലോകത്തിലെല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉമ്മയും ബാപ്പയും അതൊരിക്കലും നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. പക്ഷെ ഉമ്മയുടെ ഭാഗത്ത് 100% മിസ്റ്റേക്ക് ഉണ്ട്. എന്തു ചെയ്യും? ഉമ്മയെ മാറ്റി നിർത്താനാകുമോ? ഭാര്യയെ മാറ്റി നിർത്താനാകുമോ? രണ്ടിനും ഇടയിൽ പെട്ടുകൊണ്ട് ഉരുകിത്തീരുന്ന പുരുഷന്മാരുണ്ട് എന്ന് ഇവിടുത്തെ ഓരോ സ്ത്രീകളോടും ഞാൻ പറയുന്നു, ഓരോ ഉമ്മമാരോടും ഞാൻ പറയുന്നു. നിങ്ങളെ മാറ്റി നിർത്താനാകുമോ? ഇല്ല. നിങ്ങളുടെ മകന് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ മാറ്റി നിർത്താനാകുമോ? അവന്റെ ഭാര്യയെ? ഇല്ല. രണ്ടിനും ഇടയിൽപ്പെട്ട് പാതിരാത്രി 11 മണിയായിട്ടും 12 മണിയായിട്ടും വീട്ടിലേക്ക് പോവാതെ, എന്താ വീട്ടിലേക്ക് പോവാത്തത് എന്ന് ചോദിക്കുമ്പോ പോയിട്ട് എന്താ കാര്യം, സമാധാനമില്ല എന്ന് പറയുന്നവർ കേരളക്കരയിൽ ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. തെറ്റുകൾ ആരുടെ ഭാഗത്താണോ തിരുത്തണം. ഇല്ലെങ്കിൽ ഈ കുശുമ്പും ഭാഷയുമായി മരിച്ചാൽ നാളെ പരലോകമായിരിക്കും നമുക്ക് നഷ്ടപ്പെടുക. ഉമ്മയെ ഉമ്മയായി മനസ്സിലാക്കാൻ, വാപ്പയെ വാപ്പയായി മനസ്സിലാക്കാൻ. ഉമ്മ കുറെ കരഞ്ഞിട്ടുണ്ടാകും. ഒരു പെണ്ണിന്റെ ശരീരവും മനസ്സുമൊക്കെ സോഫ്റ്റ് ആണ്. അതേ, അവരുടെ ഹൃദയവും അവരുടെ മനസ്സും അവരുടെ ശരീരപ്രകൃതിയും അവരുടെ സംസാരവും ഒക്കെ സോഫ്റ്റ് ആണ്. ഒരു പുരുഷൻ ഒരു മേൽനോട്ടം വഹിക്കുന്നവനാണ് പുരുഷൻ. ഉരുകിത്തീരുന്ന മെഴുകുതിരി പോലെയാണ് വാപ്പ. മോളെ കാണാതെ, മോനെ കാണാതെ കരഞ്ഞിട്ടുണ്ട് വാപ്പ. ഞാനും ഒരു വാപ്പയാണ്, 9 മക്കളുടെ പിതാവാണ് ഞാൻ. അതുകൊണ്ട് എനിക്കറിയാം എൻ്റെ മക്കൾ, അതെ, അവരുടെ മുമ്പിൽ ഒരിക്കലും ഞാൻ കണ്ണുനീർ പൊടിച്ചിട്ടില്ല. പക്ഷെ മാറി നിന്ന് കരഞ്ഞിട്ടുണ്ട്. എൻ്റെ കരച്ചിൽ എൻ്റെ മക്കൾക്ക് സഹിക്കാൻ പറ്റുകയില്ല. അവരെ കാണാതെ കണ്ണു തുടച്ചിട്ടുണ്ട്. എന്തിനാ? ഒരു വാപ്പ എന്ന സ്ഥാനം ഒരിക്കലും അവരുടെ മുമ്പിൽ പ്രതീക്ഷ അറ്റുപോകാതെ, അവരുടെ മുമ്പിൽ ഇനി ഞങ്ങൾക്കാരുണ്ട് എന്ന് മക്കൾക്ക് തോന്നിപ്പോകാത്ത വിധത്തിൽ സ്റ്റേണായി നിൽക്കേണ്ട ഒരാളാണ് വാപ്പ. എല്ലാ പ്രശ്നങ്ങളുടെയും മുന്നിൽ ഇടപെട്ട് അതിന് പരിഹാരമുണ്ടാക്കി കൊടുക്കേണ്ട ആളാണ്. ആ വാപ്പ തന്നെ ഉരുകിയാലോ, ആ വാപ്പ തന്നെ വല്ലാതെ കരഞ്ഞു തീർന്നാലോ ആ കുടുംബം പ്രയാസത്തിലാകും. അതുകൊണ്ട് പുരുഷന്മാർ കരയുന്നില്ല എന്നാരും വിചാരിക്കരുത്. അവർ മാറി നിൽക്കുന്നു, ഒറ്റയ്ക്ക് നിന്ന് കരയുന്നു, ആരും കാണാതെ കണ്ണു തുടക്കുന്നു. ഈ കുടുംബത്തിന്റെ നെടുന്തൂണായ ഞാൻ വളഞ്ഞു പോയാൽ പിന്നെ ആരുണ്ട് ഈ കുടുംബത്തെ പോറ്റാൻ എന്ന ചിന്ത ഒരു പുരുഷന്റെ ഹൃദയത്തിൽ ഓളമിട്ട് വരുന്നു. അതുകൊണ്ട് ആ പുരുഷൻ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും മനസ്സിൽ ഒതുക്കി തീർക്കുകയാണ്. അവരും കരയേണ്ടി വരുമ്പോ, അവരും പൊട്ടിത്തെറിക്കേണ്ടി വരുമ്പോ പ്രശ്നങ്ങൾ അത്രത്തോളം എത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് പുരുഷന്മാരോട് ഞാൻ പറയാ, എൻ്റെ ജേട്ടന്മാരോടും അനിയന്മാരോടും പറയാ, സുഹൃത്തുക്കളെ, ഇപ്പുറത്തിരിക്കുന്ന നിങ്ങളുടെ ഭാര്യമാർക്ക് കൂടെ കൊണ്ടുപോകാൻ, കൂടെ കൂട്ടാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല. ഉണ്ടോ? നമ്മൾ അനുജന്റെ കൂടെ നമ്മളെ ഭാര്യയെ പറഞ്ഞേക്കാൻ പറ്റുമോ? പറ്റുമല്ലേ? ഇസ്ലാമികമായിട്ട് നമ്മൾ അനുജന്റെ കൂടെ നമ്മളെ ഭാര്യനെ പറഞ്ഞേക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഉണ്ടാത്ത പറ്റൂല. ജേട്ടന്റെ കൂടെ പറഞ്ഞേക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ആരാ? നമ്മളാണ്. ഞാൻ വീട്ടിൽ ഇങ്ങനെ ഉറങ്ങുമ്പോൾ 12 മണിക്ക് ഒരു ഫോണ് എൻ്റെ കൂട്ടുകാരൻ വിളിച്ചതാ, ഒന്ന് പെട്ടെന്ന് വരണം, വീട്ടിലൊരു പ്രശ്നമുണ്ട്. ഞാൻ പെട്ടെന്ന് ഭാര്യയോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ വരട്ടോ. പോയി. വിശദീകരണമൊന്നും കൊടുക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഒരു ആവശ്യമുണ്ട്, ഇന്നാളുടെ വീട്ടിലേക്കാണ്. ശരി, പെട്ടെന്ന് പോയി. അതേപോലെ നമ്മുടെ ഭാര്യ 12 മണിക്ക് ഒരു ഫോൺ വന്ന് എന്നിട്ട് നമ്മളോട് പറയാ, ഇപ്പൊ വരട്ടോ, ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇറങ്ങിപ്പോയാലോ? പ്രാക്ടിക്കലാണോ? നിങ്ങൾ പറയും, ആണോ? നമുക്ക് പറയാൻ സുബൈർ വിളിക്കുന്നുണ്ട്, എന്തോ ഒരു അത്യാവശ്യം ഉണ്ടോ എൻ്റെ വീട്ടിൽ, ഞാൻ ഇപ്പൊ പോയിട്ട് വരാന്ന്. നമ്മൾ പോയി. രാത്രി 11 മണിക്ക് 12 മണിക്ക് നമുക്ക് പോകാം. അതിന് ഓളെ കൂട്ടണമെന്നില്ല, കുട്ടികളെ കൂട്ടണമെന്നില്ല, നമുക്ക് ഒറ്റക്ക് പോകാം. അതേപോലെ അവള് പറയാം, എൻ്റെ സുഹൃത്ത് വിളിക്കുന്നുണ്ട്, കൂട്ടുകാരി വിളിക്കുന്നുണ്ട്, രാത്രി 11 മണിക്ക് 12 മണിക്ക് ഇപ്പൊ വരാം, ഒരു അരമണിക്കൂർ കൊണ്ട് വരാണ്. അവള് പോയി. എന്നിട്ട് ഇങ്ങനെ 1 മണിക്ക് കയറി വരിക. എന്തായിരിക്കും അവസ്ഥ? വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ അവർക്കറിയും. പക്ഷെ ഒന്ന് പുറത്ത് കൊണ്ടുപോയി നമ്മുടെ കൂടെ ഇരുത്തി, നമ്മുടെ കൂടെ യാത്ര ചെയ്ത്, നമ്മളോട് സല്ലപിച്ച്, നമ്മളോട് വർത്തമാനം പറഞ്ഞ് നമ്മുടെ കൂടെ യാത്ര ചെയ്ത് അത് കൊതിക്കാത്ത ഒരു പെണ്ണ് ലോകത്തുണ്ടാകും?
അതൊന്നും പരിഗണിക്കാത്ത പുരുഷന്മാരുണ്ട്. നിങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ ഒരു 10 മിനിറ്റ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുമ്പോൾ സമാധാനത്തോടു കൂടി ഒന്ന് കേൾക്കാൻ, നിനക്കെന്താ പറയാനുള്ളത് ഒക്കെ പറയൂ എന്ന് പറയാൻ, കേട്ടിട്ട് പരിഹാരം പറഞ്ഞു കൊടുക്കാൻ, സമാധാനത്തോടു കൂടി അതിന് മറുപടി കൊടുക്കാൻ ചെവി കൊടുക്കാത്തവരുണ്ട്. പിന്നെ ആരോട് പറയും അവർ സങ്കടം? നമ്മുടെ കുട്ടി നമ്മളോടൊരു പ്രശ്നം പറയുമ്പോൾ ഉമ്മാക്ക് കേൾക്കാൻ നേരമില്ല, പാപ്പാക്ക് കേൾക്കാൻ നേരമില്ല. അപ്പൊ അയൽവാസിയോട് പോയി പറയും, ചിലപ്പോ ചതിക്കും, ചിലപ്പോ നന്നായി നേരെ കേട്ട് പരിഹാരം പറഞ്ഞു കൊടുക്കും, ചിലപ്പോ സ്കൂളിലെ വേറൊരു കൂട്ടുകാരനോട് പറയും, ഓൻ പരിഹാരം പറഞ്ഞുതരാന്ന് പറഞ്ഞ് വിളിക്കും. പരിഹാരമാവില്ല, അപകടത്തിന്റെ ഗർത്തത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമാവാം. അപ്പൊ മോളെ കേൾക്കേണ്ടതാരാ? മോനെ കേൾക്കേണ്ടതാരാ? നമ്മുടെ കുട്ടി 7 വയസ്സ് വരെ പോലീസാണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലെ, ചോദ്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ പോലെ ചോദിച്ചുകൊണ്ടിരിക്കും. 2 വയസ്സുള്ള കുട്ടി ചോദിക്കും, അതെന്താ ഉമ്മ അത് ബൾബാണ്, ഇതെന്താ ഉമ്മ ഇത് ഫാനാണ്, ഇതെന്താ ഉമ്മ ഇത് ക്യാമറയാണ്, ഇത് മൈക്രോഫോണാണ്, ഇത് ബോക്സാണ്, ഇതങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ ചിലപ്പോ പരിപാടിന്റെ ഇടയിൽ നിന്ന് ചോദിക്കും, മെല്ലെ പതുക്കെ, ഉമ്മ അതെന്താ, മിണ്ടരുത്, പേടിപ്പിക്കല്ലേ വേണ്ടത്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം പരിപാടി കഴിഞ്ഞിട്ട് കേട്ടാ. ഇപ്പൊ നമ്മൾ പരിപാടി കേൾക്കുകയാണ്. യാത്രയിൽ ചോദിക്കും, പറഞ്ഞു കൊടുക്കണം. 1 പറഞ്ഞു കൊടുത്തു, 2 പറഞ്ഞു കൊടുത്തു, 3ആയി, 4ആയി, 5ആയി, 6ആയി, അടുത്തെത്തുമ്പോൾ നമുക്ക് ദേഷ്യം വന്നു. പാടില്ല. നമ്മളും അങ്ങനെ ചോദിച്ചു വന്നവരാണ്. 7 വയസ്സ് വരെ കുട്ടി ചോദിച്ചുകൊണ്ടേയിരിക്കും. അറിയാനുള്ള, ആ വിവരങ്ങൾ കിട്ടാനുള്ള, വിജ്ഞാനങ്ങൾ കിട്ടാനുള്ള, പുതുമയുടെ കാര്യങ്ങൾ അറിയാനുള്ള അന്വേഷണാത്മക പ്രവർത്തനത്തിലാണ് ആ കുട്ടി. 7 to 14, 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ ആദാബുകൾ കൊടുക്കണം. നിങ്ങളുടെ കുട്ടിക്ക് സഖാഫത്ത് കൊടുക്കണം. നിങ്ങളുടെ കുട്ടികൾക്ക് ഇസ്ലാമിന്റെ മര്യാദ കൊടുക്കണം, മാനേഴ്സ് കൊടുക്കണം, കൾച്ചർ കൊടുക്കണം, നല്ല സംസ്കാരം കൊടുക്കണം, അയൽപ്പക്ക ബന്ധങ്ങളെ പഠിപ്പിക്കണം, വല്ലിപ്പയെ വല്ലിമ്മയെ സ്നേഹിക്കാൻ പറയണം. നമ്മൾ വാപ്പയെയും ഉമ്മയെയും സ്നേഹിക്കുന്നത് മക്കൾ കാണണം. ഭാര്യ ഭർത്താക്കന്മാർ ചോറിന്റെ ഉരുള അങ്ങോട്ട് കൈമാറി കൊടുക്കുന്നത്, ഭർത്താവ് ഭാര്യയുടെ വായിൽ ചോറിന്റെ ഉരുള വെച്ചു കൊടുക്കുന്നത് 3 വയസ്സും 4 വയസ്സുമുള്ള കുട്ടി കാണണം. എന്റെ ഉമ്മയെ വാപ്പ സ്നേഹിക്കുന്നു എന്നറിയണം. പ്രാക്ടിക്കലായി ഈ കുട്ടി സ്നേഹം പഠിക്കണം. അങ്ങനെ 7 വയസ്സ് മുതൽ 14 വയസ്സാവുമ്പോഴേക്ക് കുട്ടിക്ക് എല്ലാ മര്യാദകളും കിട്ടണം. ആണെന്ത് പെണ്ണെന്തെന്ന് തിരിച്ചറിയാൻ തുടങ്ങിയാൽ ബെഡ്റൂം മാറ്റിക്കിടത്തണം. 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെ, 14 to 21, അതുവരെ ഉമ്മ പെൺകുട്ടിയുടെ കൂട്ടുകാരിയാകണം. 14 വയസ്സിൽ 9-ലെത്തി, 10-ലെത്തി, പ്രേമ ചാപല്യങ്ങൾ വരും, ഇങ്ങോട്ട് റിക്വസ്റ്റുകൾ വരും, പല വിധത്തിലുള്ള വർത്തമാനങ്ങളും കേൾക്കും. അപ്പൊ ഉമ്മയോട് പോയി പറയുന്നു, ഉമ്മ സ്കൂളിൽ പോകുമ്പോ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരാള് കോളേജിൽ പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഞാൻ ബസ് കാത്ത് നിൽക്കുന്നിടത്ത് ഇന്ന ആള് നിൽക്കുന്നുണ്ട് എന്നും ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്. ഉമ്മ എല്ലാം കേട്ട് പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കണം. ഒപ്പം പോവണമെങ്കിൽ പോവണം, നിർദ്ദേശങ്ങൾ കാണിക്കണം, വഴി കാണിക്കണം. കൂട്ടുകാരിയെ പോലെ നിന്റെ ഏത് പ്രശ്നത്തിലും ഉമ്മയുണ്ടാകും നിന്റെ കൂടെ. ഉമ്മയോട് പറയണം, ആ കുട്ടി ചതിയിൽ പെടില്ല. 12th പഠിക്കുന്ന +2കാരൻ ബസ് ഇറങ്ങുന്ന സ്ഥലത്ത് വാപ്പ സമയമുണ്ടെങ്കിൽ, വീട്ടിലുണ്ടെങ്കിൽ, ഫ്രീ ആണെങ്കിൽ, അവന് വീട്ടിൽ സ്വന്തം വഴി അറിയില്ലേ? അറിയും. ഒന്ന് പോയി നോക്ക്, ആ ബസ് വെയിറ്റിംഗ് ഷെഡിന്റെ അടുത്ത് ഒന്ന് പോയി നിന്നിട്ട് മോൻ ഇറങ്ങുമ്പോ തന്നെ ഒന്ന് കൈ കൊടുത്ത് സലാം പറഞ്ഞ് അവന്റെ തോളിൽ കൈയിട്ട് തൊട്ടപ്പുറത്തെ ഹോട്ടലിൽ കയറി ഒരു ചായ വാപ്പയും മോനും ഒപ്പം ഇരുന്ന് കുടിച്ച് വീട്ടിലേക്ക് ഒന്ന് വർത്തമാനം പറഞ്ഞു പോയി നോക്കൂ. ഒരു വൈദ്യുതി തരംഗം തന്റെ ഞരമ്പിലൂടെ കടന്നുപോയതുപോലെ ആ മകന്റെ ജീവിതത്തിൽ വാപ്പയോടുള്ള ഇഷ്ടം ഒരു വൈദ്യുതി തരംഗം പോലെ പ്രവഹിക്കും എന്ന് ശാസ്ത്രം ലോകത്തോട് പറയുന്നു. അല്ലേ? ഇതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞതാ, ഇത് അള്ളാന്റെ ദീന് പഠിപ്പിച്ചതാ. 21 വയസ്സ് വരെ നിങ്ങൾ കൂട്ടുകാരനാകണം. 21 വയസ്സ് വരെ നിങ്ങൾ നേരെ പള്ളിയിലേക്ക് നിങ്ങളെ കൂടെ കൂട്ടി, നിങ്ങളുടെ കൂടെ ചേർത്ത്. ഗവൺമെന്റ് പോലും 21 വയസ്സാ വരച്ചത് കല്യാണം കഴിക്കാനുള്ള മിനിമം പ്രായം. അല്ലേ? അല്ലേ? അതുവരെ നിങ്ങൾ കറക്റ്റ് അവനെ കൊണ്ടു നടന്നാൽ പിന്നെ നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല. ഓൻ വരും, ഓൻ നമ്മുടെ പ്രവർത്തനത്തിന്റെ മുന്നിൽ ഉണ്ടാകും. തൗഹീദി പ്രബോധനത്തിന്റെ ഈ പ്രബോധന വീതിയിൽ അവൻ മുന്നിലുണ്ടാകും. സ്ത്രീകളുടെ വിഭാഗത്തിൽ, അള്ളാഹുവിന്റെ ദീനെത്തിക്കുന്ന വിഭാഗങ്ങളിൽ, ഗേൾസ് വിങ്ങിൽ നമ്മുടെ മോൾ മുന്നിലുണ്ടാകും. ഉമ്മ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല.
ഇത് നിങ്ങൾ 7ലും കൊടുക്കണില്ല, 8ലും കൊടുക്കുന്നില്ല, 9ലും കൊടുക്കുന്നില്ല. അപ്പൊ ചെറിയ കുട്ടിയല്ലേ, ജീൻസിന്റെ പാന്റ്, ആ ചെറിയ ടീഷർട്ട്, എന്നിട്ട് പറയും, ബാപ്പയും പറയും, ഉമ്മയും പറയും, ഇതവള് ചെറിയ മോളല്ലേ, ആകെ 7th എത്തിയിട്ടുള്ളൂ, 8th എത്തിയിട്ടുള്ളൂ, ദീനിന്റെ സംസ്കാരമില്ല, മര്യാദയില്ല, ഒന്നുമില്ല. അങ്ങനെ വളർത്തി. എന്നിട്ട് ഡിഗ്രിക്കായപ്പോ വാപ്പ പറയാണ്, മോള് പറഞ്ഞിട്ട് കേൾക്കണില്ല. ഉമ്മ പറയാണ്, ഇന്ന ഉസ്താദിനെ കിട്ടും ഒരു കൗൺസിലിങ്ങിനാണ്, മോക്കൊരു ഉപദേശം കൊടുക്കണം, മോളെ പോക്ക് കണ്ടിട്ട് അത്ര ശരിയില്ല. മര്യാദ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം, മാനേഴ്സ് പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കണം, ദീനി കൾച്ചറുകൾ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. അള്ളാഹുവിന്റെ ഖുർആനുമായി ആ കുട്ടികളെ ചേർത്ത് പഠിക്കണം. ഇപ്പൊ ഇവിടെ ഖുർആൻ ഓതിയ കുട്ടിക്ക് എത്ര വയസ്സുണ്ടാവും? അവിടെ 10 വയസ്സുണ്ടാവും. എവിടെ മോന് എത്ര വയസ്സുണ്ട്? 10 വയസ്സ് അല്ലേ? 21 ജുസ് ഫുള്ളായി. ഞാനും ഒരു ദാറുൽ ഖുർആൻ ഹാഫിസ് അക്കാഡമി നടത്തുന്ന ഒരാളാ എടക്കരയിൽ. 12 വയസ്സുള്ള കുട്ടി അബ്ദുൾ റസാഖ്, പാലക്കാട് ജില്ലയിൽ നിന്ന് വളരെ വേഗത്തിൽ അവിടുന്ന് കുറെ 72ഓളം കുട്ടികൾ അവിടുന്ന് ഹാഫിളുകളായി ഇറങ്ങി. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരെ ഉപകാരപ്പെടുമാറാകട്ടെ. അതിൽ അബ്ദുൾ റസാഖ് എന്ന കുട്ടിയുടെ പേര് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താ അറിയോ? ആ കുട്ടി വേഗത്തിൽ ഹിഫ്ളാക്കും, ഭയങ്കര വേഗത്തില്. ഉസ്താദുമാര് പറയാണ് അത്ര വേഗത്തിൽ വേണ്ടാന്ന്, അത്ര പേജുകൾ ഓതിത്തരണ്ട, കുറച്ച് വേഗത കുറക്ക്. അങ്ങനെ പഠിച്ചു. എന്നിട്ട് സൗദി അറേബ്യയിൽ, അറബി രാജ്യങ്ങളൊക്കെ പിന്നെ ഹാഫിളുകളുടെ മത്സരം നടക്കുക. അതിൽ സൗദി, കുവൈത്ത്, ബഹ്റൈൻ, UAE, ഖത്തർ, ഒമാൻ, അതുപോലെ പാകിസ്ഥാൻ, ഇന്ത്യ, എല്ലാ രാജ്യത്തുനിന്നും ഹാഫിളുകളായ ആളുകൾക്കുള്ള മത്സരമാണ്. ആ മത്സരത്തിൽ നമ്മുടെ സ്ഥാപനത്തിൽ ഒരു കുട്ടി, 12 വയസ്സുള്ള കുട്ടിയും പോവാണ്. അവന്റെ വാപ്പ അവിടെ ഉണ്ട് സൗദിയിൽ. വന്നോ മത്സരത്തിൽ പങ്കെടുക്കാന്ന് പറഞ്ഞു, വിളിച്ചു. ഓൻ പോയി. നമ്മളിപ്പോ 10 റാങ്കിൽ 20 റാങ്കിൽ പെട്ടാലും നമുക്ക് അഭിമാനമാണ്. കാരണം നമ്മുടെ നാട്ടിലെ ഗ്രാമത്തിൽ പഠിച്ച കുട്ടി അറേബ്യൻ രാജ്യങ്ങളിലെ ഹാഫിളുകളോടൊക്കെ മത്സരിക്കുന്ന ഒരു മത്സരത്തിൽ പങ്കെടുത്ത് കുറച്ചൊക്കെ റാങ്ക് താഴെയായാലും, പക്ഷെ ആ കുട്ടി മനോഹരമായി ആ അറേബ്യൻ പണ്ഡിതന്മാരുടെ ഹാഫിളുകളുടെ മുന്നിൽ അവരുടെ ചോദ്യങ്ങൾക്ക് മനോഹരമായി ഉത്തരം പറഞ്ഞ്, ഖുർആൻ ചോദിച്ച സ്ഥലത്തെ തജ്വീദ് പറഞ്ഞു കൊടുത്ത്, ഓതാൻ പറഞ്ഞ സ്ഥലത്ത് ഓതിക്കൊടുത്ത് 98.5% മാർക്ക് വാങ്ങി വേൾഡിൽ 1ാം സ്ഥാനം വാങ്ങി. അബ്ദുൾ റസാഖ് ഇന്ന് അറിയപ്പെട്ട ഹാഫിളുകളുടെ ലിസ്റ്റിൽ അവന്റെ പേര് കൂടി ചേർന്ന് വന്നു. കണ്ടോ? ആ വാപ്പയും ഉമ്മയും ഒക്കെ എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ടാകും, ആ വാപ്പയും ഉമ്മയും ഒക്കെ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടാകും. നമ്മൾ പലരും ആഗ്രഹിക്കണം എന്താ അറിയോ? നല്ല ഡോക്ടർ ആയിക്കോട്ടെ, നല്ല എഞ്ചിനീയർ ആയിക്കോട്ടെ, ബിരുദാനന്ദ ബിരുദങ്ങളാവട്ടെ, അതിലൊന്നും തർക്കില്ല. പക്ഷെ പലരുടെയും മനസ്സിൽ എന്താ അറിയോ? കുട്ടി ജനിച്ച ഉടനെ KG പോലും ചേർത്താനായിട്ടില്ല, അപ്പോഴേക്കും പ്ലാനിങ് ഒക്കെ കഴിഞ്ഞു, കുഴപ്പമില്ല ആയിക്കോട്ടെ. എന്നിട്ട് രാവിലെ ട്യൂഷൻ, വൈകുന്നേരം ട്യൂഷൻ. ദീനുണ്ടോ? ഇല്ല. ഈ ഇരിക്കുന്ന ആളുകൾ ഞാൻ ചോദിക്കുകയാണ് പ്രായമുള്ളവരോട്, നിങ്ങളുടെ മക്കൾ ഡിഗ്രിക്ക് പഠിക്കുന്ന മോന്, ഡിഗ്രിക്ക് പഠിക്കുന്ന മോള് ഈ ക്ലാസ്സും കഴിഞ്ഞ് പോകുമ്പോ കാറിലിരുന്ന് ചോദിക്കുങ്ങള്, കാറിലിരുന്ന് ചോദിക്ക്. വേറെ ആരും ഉണ്ടാകുന്ന സമയത്ത് ചോദിക്കേണ്ട, അഭിമാനം ക്ഷതപ്പെടുത്തരുത്. മോനെ, നിനക്ക് 22 വയസ്സായി, 21 വയസ്സായി, വാപ്പ ഇന്ന് മരിച്ചാൽ വാപ്പന്റെ മയ്യത്ത് നിസ്കാരത്തിന് നീ ഇമാമിക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ 3ാമത്തെ തക്ബീർ കഴിഞ്ഞിട്ട് മോനെ, ബാപ്പാക്ക് വേണ്ടി ചൊല്ലുന്ന ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ടല്ലോ, മയ്യത്തിന് വേണ്ടി നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന, അതൊന്ന് ചൊല്ലുമോനെ. മിക്കവാറും കുട്ടികൾക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. ഇനി നേരെ ചൊല്ലി എന്ന് തന്നെ വിചാരിച്ചോളൂ. എന്നാ അടുത്ത ചോദ്യം, അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞോണ്ട മോനെ. ഞാൻ പറയുന്നു, പല കുട്ടികൾക്കും അറിയില്ല. ശരിയാണോ അല്ലേ? നിങ്ങൾ പരീക്ഷിച്ചോ? നിങ്ങൾ ബിരുദാനന്ദ ബിരുദത്തിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി, അവന് കിട്ടിയ ട്രോഫികളും മൊമെന്റോകളും നിങ്ങൾ അലമാരയിൽ മുഴുവൻ നിറച്ചു വെച്ചു, ലിവിംഗ് റൂമിൽ വരുന്ന ആളുകൾക്ക് മുഴുവൻ കാണാൻ നിരത്തി വെച്ചു. അഭിമാനമാണത്, ഞാൻ തർക്കിക്കുന്നില്ല. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യണം, അവരുടെ കഴിവുകൾ പുറത്തു വരട്ടെ, അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ നിങ്ങൾ പ്രോത്സാഹനം കൊടുത്ത മോൻ, നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് കൈകെട്ടി മയ്യത്ത് നമസ്കാരം നടത്തുമ്പോ ചൊല്ലുന്ന, ഈ വാപ്പക്ക് വേണ്ടി ചൊല്ലുന്ന, രാവും പകലും എനിക്ക് വേണ്ടി അധ്വാനിച്ച കച്ചവടക്കാരനായ, ബിസിനസ്സുകാരനായ, പ്രവാസിയായ എന്റെ വാപ്പക്ക് വേണ്ടി അവസാനമായി ചെയ്യാൻ പറ്റിയ, ബോഡി മുന്നിൽ കണ്ടുകൊണ്ട് അവസാനമായി ചെയ്യാൻ പറ്റിയ ഈ മയ്യത്ത് നമസ്കാരത്തിലെ 3ാമത്തെ തക്ബീർ കഴിഞ്ഞിട്ട് ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥം
എന്റെ ഡിഗ്രിക്കാരനായ കുട്ടിക്കറിയുമോ? നിങ്ങളുടെ എഞ്ചിനീയറായ മോൻ അറിയുമോ? നിങ്ങളുടെ ഡോക്ടറായ മോൻ അറിയുമോ? നിങ്ങളുടെ ബിരുദാനന്ദ ബിരുദം നേടിയ മോക്കറിയുമോ? അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് വിദ്യാഭ്യാസമാണ് മക്കൾക്ക് കൊടുത്തത്? എന്ത് വിദ്യാഭ്യാസമാണ് കൊടുത്തത്? എന്തുണ്ട് ലാഭം? ഇത്രയും കാലം ലക്ഷങ്ങൾ കെട്ടിവെച്ച് പഠിപ്പിച്ചതിന്റെ പ്രോഫിറ്റ് എന്താണ്? ഈ ചോദ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. നിങ്ങൾ ചോദിക്കും നിങ്ങളെ മക്കളോട്. പ്രാർത്ഥന ചിലപ്പം പറഞ്ഞു തരും, അതെന്നെ തെറ്റാൻ സാധ്യതയുണ്ട്. അർത്ഥം അറിഞ്ഞുകൊണ്ട്, പടച്ചോനെ എൻ്റെ വാപ്പാന്റെ മയ്യത്താണ് മുന്നില്, പുറത്തു കൊടുക്കണേ അല്ല, കാരുണ്യം കാണിക്കണേ അല്ല. എന്താണ് ഈ പറയുന്നത്? ബാപ്പാക്ക് പകരം നല്ലൊരു ഇണയെ കൊടുക്കണേ, നല്ല ദാറ് കൊടുക്കണേ, അല്ലേ? പ്രാർത്ഥിച്ചുകൊണ്ട് പോവാണ്. സമയമില്ല വിശദീകരിക്കാൻ. ഖബറിന്റെ അടുത്ത്, വാപ്പാന്റെ ഖബറിന്റെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോഴും മോന് പോവാൻ തോന്നണില്ല. അത്ര ബന്ധാണ് ഉപ്പാനോട്. പക്ഷെ അവിടെ നിൽക്കാൻ പറ്റുമോ? 2 ദിവസം നിൽക്കോ? 1 ദിവസം നിൽക്കോ? ഇല്ല. എല്ലാവരും പോയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടും വരുന്നില്ലെങ്കിൽ ആരെങ്കിലും ചെന്ന് കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുവരും. അത്രയല്ലേ ഉള്ളൂ. ഞാൻ എൻ്റെ നാട്ടിലുണ്ടെങ്കിൽ എൻ്റെ ഉപ്പാന്റെ ഖബറിന്റെ അടുത്ത് ആഴ്ചയിൽ 1 ദിവസം പോവും. ആഴ്ചയിൽ 1 ദിവസം എന്തായാലും പോവും. എന്നിട്ട് എൻ്റെ വാപ്പാന്റെ ഖബറിന്റെ അടുത്ത് നിന്നിട്ട് ഞാൻ എൻ്റെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യും. ഖബർ സന്ദർശിക്കുന്നത് നമുക്ക് മരണബോധം ഉണ്ടാവാനാ, നമുക്ക് പരലോകബോധം ഉണ്ടാകാനാ. തുദക്കിറുക്കുമുൽ ആഖിറ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് നിങ്ങൾക്ക് മരണബോധം കിട്ടാനാണ്, നിങ്ങൾക്ക് പരലോകബോധം കിട്ടാനാ. അതിന് നമ്മൾ ഖബർ സന്ദർശിക്കുന്നത്. കുത്തിയിട്ട ഖബറൊക്കെ ഇങ്ങനെ നോക്കുമ്പോ, പടച്ചോനെ, ബെഡ്റൂം 13 റൂമിലാണ് ഞാൻ കിടക്കുന്നത്, 14 ബെഡ്റൂമിലാണ് കിടക്കുന്നത്. ഇപ്പൊ വലിയ വീടുകളാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. വലിയ 15, 16 ബെഡ്റൂമാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് എത്ര കോടീശ്വരനാണെങ്കിലും, എത്ര ലക്ഷങ്ങൾ ഡെയിലി വരുമാനമുള്ളവരാണെങ്കിലും, 1000 ദിവസ വരുമാനമുള്ളവരാണെങ്കിലും, കോടികൾ ആസ്തി ഉള്ളവരാണെങ്കിലും, നിങ്ങൾക്കും ചെന്ന് കിടക്കാനുള്ളത് ചവല്ലൂർ പടിയിലല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള മഹല്ലിൽ, ഖബർസ്ഥാനിൽ 1 അടി പോലും വീതിയില്ലാത്ത 6 അടി മണ്ണിലാണ്. നിങ്ങൾ എത്ര കോടീശ്വരനായതുകൊണ്ട് വെള്ളി കൊണ്ട് സ്വർണം കൊണ്ട് ഒരുക്കുമോ ഖബർ? ഇല്ല. 6 അടി മണ്ണിൽ വെച്ച് 3 ദിവസമാകുമ്പോഴേക്ക് കണ്ണുവരെ പുടുക്കൽ കയറി കൊടിഞ്ഞു ചാടുമെന്ന് വരെ ആളുകൾ വിശ്വസിക്കുന്ന ഖബറിടത്തിലേക്ക് വെക്കാനുള്ളതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞങ്ങളൊക്കെ നാട്ടിൽ കണ്ണൂക്കുന്ന ആചാരം ഉണ്ടായത്. കണ്ണ് ചാടുന്ന ദിവസം എന്നാ. അങ്ങനെയൊന്നുമില്ല. അള്ളാന്റെ റസൂൽ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. 3-ാമത്തെ ദിവസം കണ്ണ് ചാടുന്നൊന്നും പറഞ്ഞിട്ടില്ല. ആളുകൾ അങ്ങനെ പറഞ്ഞു, കണ്ണ് ചാടുന്ന ദിവസമാണ്, അതുകൊണ്ട് എല്ലാവരും വിളിച്ചൊന്ന് പ്രാർത്ഥിക്കണം ഉപ്പാക്ക് വേണ്ടി. അതിനാ കണ്ണൂക്കുന്നുള്ള ആചാരം ഉണ്ടായത്. അല്ലാതെ അള്ളാന്റെ റസൂലും സഹാബത്തൊന്നും കണ്ണൂക്ക് നടത്തിയിട്ടില്ല. സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. നമ്മൾ പഠിക്കണം അള്ളാന്റെ ദീനിനെ. മനസ്സിലായില്ലേ? നീ വാപ്പാന്റെ ഉമ്മാന്റെ കണ്ണ് ചാടുന്ന ദിവസം തന്നെ വിചാരിച്ചോ നമ്മളെല്ലാരും കൂടി ചോറുന്നല്ല. അതൊന്നും അള്ളാന്റെ മതത്തിൽ ഇല്ലാത്ത കാര്യമാണ്. സാന്ദർഭികമായിട്ട് ഞാൻ സൂചിപ്പിച്ചു. പക്ഷെ നമ്മളതൊക്കെ പഠിക്കണം. ആരെയും കുറ്റപ്പെടുത്താനല്ല, ആരെയും വിമർശിക്കാനല്ല. നമ്മൾ അള്ളാന്റെ ദീന് പഠിക്കണം സുഹൃത്തുക്കളെ. ആ വാപ്പാന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് വാപ്പാക്ക് ദുആ ചെയ്യുന്നു, പടച്ചോനെ, എന്നെ പഠിപ്പിക്കാൻ കഷ്ടപ്പെട്ട എൻ്റെ വാപ്പ 2002 ഞങ്ങളെ വിട്ട് പിരിഞ്ഞു പോയപ്പോ വെറും 50 വയസ്സിൽ ഈ ലോകം വിട പറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയങ്കരനായ ഉപ്പാക്ക് പടച്ചോനെ പുറത്തു കൊടുക്കണേ അല്ല, മാപ്പ് കൊടുക്കണേ അല്ല, മഗ്ഫിറത്ത് കൊടുക്കണേ അല്ല, മർഹമത്ത് കൊടുക്കണേ അല്ല. നിങ്ങളുടെ 4 മക്കളിൽ 2 മക്കൾ ഖബറിന്റെ മുന്നിൽ ചെന്ന് ബസ്സിലിരുന്ന്, കാറിലിരുന്ന്, ട്രെയിനിലിരുന്ന്, ഫ്ലൈറ്റിലിരുന്ന് മരിച്ചുപോയ നിങ്ങൾ, മരിച്ചതിന് ശേഷം നിങ്ങളെ ഓർത്തിട്ട് പടച്ചോനെ കഷ്ടപ്പെട്ട ഉമ്മാക്ക് വേണ്ടി, കഷ്ടപ്പെട്ട് വളർത്തിയ വാപ്പാക്ക് വേണ്ടി അല്ലാ നീ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണു നനഞ്ഞ് പ്രാർത്ഥിക്കുന്ന 2 മക്കൾ നിങ്ങൾക്ക് കിട്ടിയാൽ ലോകത്ത് കിട്ടിയ കോടികളെക്കാൾ വലുതാണത്. വലതുൽ സ്വാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സന്താനം. ഇതൊക്കെ നമ്മൾ സ്വപ്നം കാണുന്നത്. ഇതാ നമ്മൾ സ്വപ്നം കാണുന്നത്. അതിന് ദീന് വേണം. നമ്മുടെ വീട്ടിൽ ദീന് വേണം. ഇസ്ലാം പറഞ്ഞ ആ കർശന നിലപാടുകളൊക്കെ വീട്ടിലുണ്ടാകണം. എൻ്റെ അടുത്ത് അങ്ങനെ സ്ട്രോങ് ആയിട്ട് വാപ്പിയമ്മി നിൽക്കണം എന്നല്ല. മക്കളോട് ചിരിക്കുന്നു, കളിക്കുന്നു, ഒപ്പം കൂടുന്നു. മുറ്റത്തെ സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ പറ്റാവുന്ന കളികളിലൊക്കെ ഏർപ്പെടാം. വാപ്പിയമ്മി മക്കളൊക്കെ കളിക്കാം, ഒരുമിച്ച് യാത്ര പോകുന്നു, തമാശ പറയുന്നു, എല്ലാം പറ്റും. പക്ഷെ നിസ്കാര സമയമായി. അപ്പൊ വാപ്പ പറയണം, ദാ ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് കണ്ടോ, അത് വിട്ടുവീഴ്ചയില്ല. സൗകര്യമില്ലേ, പള്ളിയില്ലാത്ത സ്ഥലമാണോ, അവിടെ കാറിൽ ഒരു പുതപ്പെടുത്ത്, ഒരു വിരിപ്പെടുത്ത്, ഒരു പുല്ലിലോ അല്ല ഒരു ഒഴിഞ്ഞ സ്ഥലത്തോ വിരിച്ചിട്ട് വാപ്പ ഇമാമ് നിൽക്കുന്നു.
മക്കൾ കൂടെ നിസ്കരിക്കുന്നു, ഭാര്യ കൂടെ നിസ്കരിക്കുന്നു, അവർക്ക് പിന്നെ നമസ്കാരം ഉപേക്ഷിക്കാൻ തോന്നുമോ? എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചതാണ് ഈ ശീലമെന്ന് അവന്റെ മനസ്സിൽ ആരും പറയാതെ അവൻ സ്വയം പറഞ്ഞു പോകും. ഇത് വാപ്പ ഖുർആൻ ഓതൂല, ഉമ്മ ഖുർആൻ ഓതണില്ല. എന്റെ മക്കളോട് പറയും, എന്താ നാളെ മദ്രസയില്ലേ? ഉണ്ട്. എന്താ ഖുർആൻ ഓതാത്തത്? കുട്ടിയുടെ മനസ്സിലുണ്ട്, എന്താ വാപ്പാക്ക് ഓതൊന്നും വേണ്ടേ? ചോദിക്കാനുള്ള പേടിയോട് ചോദിക്കണില്ല. എന്താ ഉമ്മാക്ക് ഓതൊന്നും വേണ്ടേ എന്ന് കുട്ടി മനസ്സിൽ ചോദിക്കുന്നുണ്ട്. എന്നാ മറിച്ച് വാപ്പ നല്ല ബിസിനസ്സുകാരനാ, ഭയങ്കര തിരക്കുള്ള ആളാ, എപ്പോഴും ആളുകളെ കാണാൻ വരുന്ന ആളാ. പക്ഷെ മഗ്‌രിബ് വാങ്ങി കൊടുത്തു, വേഗം പള്ളിയിൽ പോയി നമസ്കരിച്ച് വീട്ടിൽ നിന്നിട്ട് ഖുർആൻ എടുത്തൊരു 10 മിനിറ്റ് ഖുർആൻ ഓതിയിട്ട് പൂട്ടി വെച്ചു. എന്നിട്ട് മോനോട് പറഞ്ഞു, ഡിഗ്രിക്ക് പഠിക്കുന്ന മോനോട് പറഞ്ഞു, എടാ മൊബൈൽ കളിക്കലെ നിർത്ത്, ഇവിടെ വാ, ഖുർആൻ എടുത്തോത് എന്ന് പറഞ്ഞു നോക്ക്. ഓൻ കൂട്ടുകാരോട് പറയും, എന്റെ വാപ്പാക്കത് പറയാനുള്ള യോഗ്യതയുണ്ട്, എന്റെ വാപ്പ എന്നും ഖുർആൻ ഓതുന്ന വാപ്പയാണ്, എനിക്കത് പറയും അനുസരിക്കാതിരിക്കാൻ കഴിയില്ല. അതൊരു പ്രാക്ടിക്കൽ ഇസ്ലാം, ഒരു പ്രാക്ടിക്കൽ ഇസ്ലാം നമ്മുടെ വീട്ടിലുണ്ടാവണം. അങ്ങനെ പറ്റുമോ നമുക്ക്? അപ്പൊ നമ്മുടെ മക്കൾ ലിബറൽ ചിന്തകളിലേക്ക് പോവില്ല. പെണ്ണും തമ്മിൽ കല്യാണ, ഫാത്തിമയും മൈമൂനയും തമ്മിൽ കല്യാണം, ഫാത്തിമയും നൂറയും തമ്മിൽ കല്യാണം, ആയിഷയും നൂറയും തമ്മിൽ കല്യാണം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ മുമ്പ് കേട്ടിട്ടുണ്ടോ? ഒരു വീട്ടിൽ നിന്ന് 19 വയസ്സുള്ള മോള് ഇറങ്ങിപ്പോയി, വേറെ വീട്ടിൽ നിന്ന് വേറൊരു 20 വയസ്സുള്ള മോള് ഇറങ്ങിപ്പോയി. രണ്ടുപേര് കൊച്ചിയിൽ ചെന്നിട്ട് ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി. അതൊന്നും പ്രശ്നമല്ല. എന്നിട്ട് ഫ്ലാറ്റ് എടുത്തു, അവരവിടെ ഒരുമിച്ച് ജീവിക്കുക, ഭാര്യ ഭർത്താക്കന്മാരെ പോലെ. ഇതറിഞ്ഞിട്ട് വാപ്പയും ഉമ്മയും ആ കുട്ടിയുടെ ബ്രദറും ചെന്നിട്ട് റൂം കണ്ടുപിടിച്ച് അവളെ ഇറക്കിക്കൊണ്ടുവന്നപ്പോ മറ്റേ കുട്ടി കേസ് കൊടുത്തു, എന്റെ ഇണയെ കൊണ്ടുപോയി, 18 വയസ്സുള്ള ഞങ്ങൾക്ക് തീരുമാനിക്കാം എങ്ങനെ ജീവിക്കണമെന്ന്. വാപ്പാക്കെതിരെ കേസ്. അറിയോ? ഉമ്മാക്കെതിരെ കേസ്. എന്തിന്? 2 പെൺകുട്ടികൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്നത് അറിഞ്ഞിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഉമ്മയും ബാപ്പയും കരഞ്ഞു വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയതിന്, കൂട്ടുകാരി കൊടുത്ത കേസിന് ഈ ഉമ്മ പ്രസവിച്ച മോൾ ഒപ്പിട്ട് കൊടുക്കുന്നു. എന്റെ ഫലം എന്താ ഉണ്ടാവുക? ഉമ്മ സ്റ്റേഷനിലേക്ക് നടക്കുക, വാപ്പ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുക. എന്താ വാപ്പ ചെയ്ത തെറ്റ്? ഇവളെ നേരെ പഠിപ്പിച്ചു, ഇവൾക്ക് വേണ്ട ഭക്ഷണം കൊടുത്തു, ഇവൾ ചോദിച്ചതെല്ലാം വാങ്ങിക്കൊടുത്തു. പക്ഷെ വാപ്പ കൊടുക്കാൻ മറന്ന ഒന്നുണ്ട്, ദീനീബോധമല്ലാതെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് വാപ്പക്കെതിരെ കേസ്, ഉമ്മക്കെതിരെ കേസ്. അല്ലേ? എന്താണ് സുഹൃത്തുക്കളെ ലോകത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അശ്റാത്തി സഅ, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അയ്യുർഫഅൽ ഇൽമ്, ഇൽമ് ഉയർത്തപ്പെടും. വിവരങ്ങൾ ഉയർന്നു പോകുമെന്ന് പറഞ്ഞാൽ അറിവുള്ള മനുഷ്യരുടെ മരണം വേഗത്തിൽ നടക്കും എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പിന്നെ പറഞ്ഞു വയസ്ബുതൽ ജഹിൽ, ജഹിൽ വ്യാപിക്കും, അജ്ഞത വ്യാപിക്കും, അന്ധകാരം വ്യാപിക്കും, അറിവില്ലായ്മ പെരുകും. വിദ്യാസമ്പന്നരെന്ന് നാം വിചാരിക്കുന്നവർ അന്ധകാരത്തിന്റെ പടുഗർത്തത്തിൽ വീണുപോകും. വലിയ വിദ്യാസമ്പന്നരുടെ അന്ധവിശ്വാസത്തിന്റെ മറവില പലരും ജീവിക്കുന്നത്. എന്താ കാരണം? ഇതൊക്കെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള പഠന, ജോലിക്ക് വേണ്ടിയുള്ള പഠന. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ? ഖുർആനിന്റെ ചോദ്യം. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ? ഖുർആനിന്റെ ചോദ്യം. ഏതാണ് ഈ അറിവ്? ഫിസിക്സ് അറിഞ്ഞ, ബയോളജി അറിയുന്നവൻ, കെമിസ്ട്രി അറിയുന്നവൻ, അതറിയാത്തവൻ ഒരുപോലെയാണോ എന്നല്ല. ഇതൊക്കെ അറിയണം, നന്നായിട്ട് പഠിക്കണം, പറ്റാവുന്ന മേഖലയിലെല്ലാം എത്തിപ്പിടിക്കണം. ഒരു തർക്കവുമില്ല, ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷേ കൂടെ അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ബോധമുണ്ടാകണം. ഏത് സ്ഥലത്ത് ചെന്ന് ഞാൻ നിന്നാലും, എന്റെ വാപ്പ എന്നെ കാണുന്നില്ലെങ്കിലും, എന്റെ ഉമ്മ എന്നെ കാണുന്നില്ലെങ്കിലും, എന്റെ നാട്ടിലെ മഹല്ലിൽ ആരും എന്നെ അറിയുന്നില്ലെങ്കിലും, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്, ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും അറിയുന്ന റബ്ബ്, കറുത്ത കടുക് കരിമ്പാറക്കൂട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ അതിനെ വേർതിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ള ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്, അവൻ എന്നെ കാണുന്നു എന്ന ബോധം. ഏത് യൂറോപ്യൻ രാജ്യങ്ങളിൽ പഠിക്കാൻ പോയാലും ദീനീ ബോധത്തോടു കൂടി നിൽക്കാൻ കഴിയും. ഇല്ലെങ്കിൽ പർദ്ദ മാത്രമേ ഉണ്ടാകൂ, ഉള്ളു പോക്കായിരിക്കും. ഇല്ലെങ്കിൽ താടി മാത്രമേ ഉണ്ടാകൂ, ഉള്ളു പോക്കായിരിക്കും. നിസ്കാരത്തിന്റെ അടയാളങ്ങൾ മാത്രമേ ഉണ്ടാകൂ, ഉള്ളു കേടായിരിക്കും. ഈ ബോധം ഉള്ളിലേക്ക് ഇറങ്ങണം. എന്റെ റബ്ബെന്നെ കാണുന്നു. വലിയ ആട്ടിൻകൂട്ടം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അല്ലേ? എത്ര മണിക്കൂറുകൾ പറയണതൊക്കെ.
വലിയൊരാട്ടിൻ കൂട്ടം. അതിൽ ദിവസം ധാരാളം ആട് പ്രസവിക്കും. ഒരാട് 2 കുഞ്ഞുങ്ങളെ 3 കുഞ്ഞുങ്ങളെ പ്രസവിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു വേഷപ്രച്ഛന്നനായി വന്നിട്ട് ചോദിച്ചു, എന്ത്, ഒരു ആട്ടിൻകുട്ടിനെ തരുമോന്ന്? ഒരാട്ടിൻകുഞ്ഞിനെ തരുമോന്ന്? ആടിനെ നോക്കാൻ മരുഭൂമിയിൽ നടക്കുന്ന ഈ മനുഷ്യനോട് ചോദിക്കണേ. ആടിനെ നോക്കുന്ന ബാലനാണെന്നൊക്കെ ചരിത്രത്തിൽ പറയുന്നു. ചെറുപ്പക്കാരനോട് ചോദിക്കാണ്, ഒരാട്ടിൻ കുഞ്ഞിനെ തരുമോ? ഇല്ല, തരാൻ പറ്റൂല. എന്തിനാ പേടിക്കണത്? നാട് ഭരിക്കണ ഉമർ വലിയ നീതിമാനാണ്, അയാൾ അറിഞ്ഞാൽ പിടിക്കും, പ്രശ്നമാവും വിചാരിച്ചിട്ടാണോ? അയാളൊന്നും അറിയാൻ പോകുന്നില്ല. ദിവസം എത്ര ആടുകളാ പ്രസവിക്കണത്. രാവിലെ യജമാനൻ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ 1000 ആടാണെങ്കിൽ ഇപ്പൊ 1300 ആയിട്ടുണ്ടാവും. പിന്നെ എങ്ങനെ അറിയാ? അപ്പൊ ഈ ആട് നോക്കാൻ പോണ മനുഷ്യൻ പറഞ്ഞ എന്താ അറിയോ? നാട് ഭരിക്കണ ഉമർ ചിലപ്പോ അറിയില്ല, എന്റെ യജമാനന്റെ അടുത്തും കണക്കുണ്ടാവില്ല. പക്ഷെ എന്റെ യജമാനരെയും നാട് ഭരിക്കുന്ന ഉമറിനെയും ആടിനെ നോക്കാൻ യജമാനൻ ഏൽപ്പിച്ച എന്നെയും ചോദിക്കാൻ വന്ന നിങ്ങളെയും സൃഷ്ടിച്ച റബ്ബിന്റെ കോടതിയിൽ ഞാൻ എന്തു മറുപടി പറയും? ഞാൻ എന്താ മറുപടി പറയാ? അതാ ബോധം. അങ്ങനത്തെ ഒരുത്തനെ ഷോപ്പിൽ നിർത്തിയാ പിന്നെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? മുതലാളി എത്തിങ്ങാനിലാവോ? പിന്നെ ആവോ? ഇല്ല. അങ്ങനത്തെ ഒരാളെ നമ്മുടെ ഷോപ്പിൽ നിർത്തിയാൽ, ദീനീബോധമുള്ള ഈ ചിന്തയുള്ള ഒരാളെ ആരും നോക്കാനില്ലാത്ത കടയിലും കൊണ്ടുപോയി നിർത്താം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമുക്ക് വലിയ പേരാ വേണ്ടത്, പോരിശയാണ് വേണ്ടത്. ആരെ മോളെ നിങ്ങളെ മോൻ കല്യാണം കഴിച്ചത്? തൃശ്ശൂരിൽ അറിയപ്പെട്ട കുടുംബത്തിൽ നിന്നാവണം. ആയിക്കോട്ടെ, അതിന് കുഴപ്പമില്ല. അവിടെ ആ വീട്ടിലെ കുട്ടിക്കും കല്യാണം വേണ്ടേ? വേണം. പക്ഷെ ദീനുണ്ടാവണം. ഉമർ ഇബ്നുൽ ഖത്താബ് ആരാ? സാമ്രാജ്യങ്ങളുടെ ഭരണാധികാരിയാ, സാമ്രാജ്യങ്ങളുടെ ഭരണാധികാരി. എന്നിട്ട് ഇങ്ങനെ നടക്കും രാത്രിയിൽ, വലിയ നീതിമാനായ ഭരണാധികാരി. ഒരു വീട്ടിൽ നിന്ന് കുഞ്ഞിങ്ങനെ കരയാ. ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ശ്രദ്ധിച്ചു, എന്താണ് ആ കുട്ടിയുടെ കരച്ചിലിന് കാരണം എന്ന്. അപ്പൊ പറയുന്ന എന്താ അറിയോ? മുലകുടി നിർത്തിയ കുട്ടികൾക്ക് ഉമർ റേഷൻ കൊടുക്കുന്നുള്ളൂ. വീട്ടിൽ 5 പേരുണ്ട്, മുല കുടിക്കുന്ന കുഞ്ഞാണെങ്കിൽ റേഷൻ ഇല്ല. അപ്പൊ മുലകുടി നിർത്തിയ കുട്ടികൾക്ക് റേഷൻ ഉള്ളൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഓടി പള്ളിയിൽ ചെന്ന് ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും നേരം വിളിപ്പിച്ചു. സുബൈ ജമാഅത്ത് കഴിഞ്ഞ് ഉടൻ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, എന്റെ കാരണം കൊണ്ട് ഒരു കുട്ടി കരഞ്ഞിട്ടുണ്ട് ഇന്നലെ. എന്റെ കാരണം കൊണ്ട്, എന്റെ നിയമം, പ്രസവിച്ചു വീണ കുഞ്ഞുങ്ങൾക്ക് റേഷൻ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അവർ ഭക്ഷണം കഴിക്കാനായിട്ടില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. പക്ഷേ എന്റെ കാരണം കൊണ്ട് ഒരു കുഞ്ഞിന് 2 വയസ്സാകുന്നതിന് മുമ്പ് മുലകുടി നിർത്താൻ ഒരു ഉമ്മ പരിശ്രമിക്കുന്നത് ഞാൻ അറിഞ്ഞു. മുലകുടി നിർത്തിയാലേ കുഞ്ഞിന് റേഷൻ ഉള്ളൂ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. എന്റെ കാരണം കൊണ്ട് ഒരു കുട്ടി വേദനിച്ചല്ലോ, അതുകൊണ്ട് നിയമം ഞാൻ ഭേദഗതി ചെയ്യുന്നു. പ്രസവിച്ചു വീണ ഓരോ കുഞ്ഞിനും റേഷൻ ഉണ്ടാകും. പരലോകത്ത് ഞാൻ കുറ്റക്കാരനാകുമോ? കണ്ടോ, മോന് പെണ്ണ് തരയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ തെരച്ചിലിനിടയിൽ, യാത്രക്കിടയിൽ ഒരു വീട്ടിൽ നിന്ന് സംസാരം കേൾക്കുക, മോളെ പാലിൽ വെള്ളം ചേർക്കുക എന്ന ഉമ്മ. നമുക്ക് ജീവിക്കാൻ കഴിയില്ല, ഇത് കൊടുത്തിട്ട് നമുക്ക് ഗോതമ്പ് വാങ്ങാൻ കിട്ടൂല, കുറച്ച് വെള്ളം ചേർക്ക്. മോള് പറയുന്ന, ഉമ്മ ചേർക്കാൻ പറ്റൂല ഉമ്മ, പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല ഉമ്മ. ഉമ്മ പറയുന്നു, ആരറിയാനാ മോളെ, നീ കുറച്ച് വെള്ളം ഒഴിക്ക്. ഇല്ല ഉമ്മ, ഞാൻ ഒഴിക്കില്ല, പടച്ചോൻ കാണുന്നുണ്ട് ഉമ്മ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു കുറച്ച് പുല്ല് പറിച്ചു, എന്നിട്ട് ആ വീടിന്റെ മുകളിലേക്ക് എറിഞ്ഞു കേട്ടോ. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു വീട്ടിലേക്ക് പോയിട്ട് മോനോട് പറഞ്ഞു, എന്താ ഈ പെണ്ണ് ശരിയായ മോനെ? ഇല്ല. എന്നാ ഞാൻ ഒരു വീടിൽ അടയാളം വെച്ചിട്ടുണ്ട്, കുറച്ച് ഉണങ്ങിയ പുല്ല് പറിച്ചൊരു വീടിന്റെ മേലെ ഇട്ടിട്ടുണ്ട്, ആ വീട്ടിലൊരു കുട്ടിയുണ്ട്, പോയി കാണ്. ജീവിക്കാൻ മാർഗമില്ലാതെ പാലിൽ വെള്ളം ചേർത്താലേ ഗോതമ്പ് വാങ്ങാൻ കിട്ടുകയുള്ളൂ എന്ന് തോന്നിയ ഉമ്മ പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞ ദരിദ്ര കുടുംബത്തിലെ കുട്ടിയെ സാമ്രാജ്യങ്ങളുടെ ഭരണാധികാരിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തന്റെ മോന് ആ വീട്ടിലെ പെൺകുട്ടിയെ പുതുവെണ്ണായി സ്വീകരിക്കുന്നു. അല്ലേ? ആ പരമ്പരയിലാണ് ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ്. കണ്ടോ? നോക്ക് നിങ്ങൾ, ഞാൻ ഈ പറഞ്ഞ എന്താ, ഇവിടെ ദീനാണ് വലുത്. ആ ബോധം നമുക്കുണ്ടോ, നമ്മുടെ വീട് നന്നാവും. നമുക്ക് ആ ബോധമില്ല. സംസാരിക്കണ ഞാനും നിങ്ങളൊക്കെ ഈ ദീനി ബോധത്തിൽ നിന്ന് പിറകിലേക്ക് പോവുക. കള്ള് കുടിക്കണ മോനെ കണ്ടാൽ, കള്ള് ഷാപ്പിന്റെ മുമ്പിൽ നിൽക്കണവനെ കണ്ടാൽ, ബീവറേജിന്റെ മുമ്പിൽ നിൽക്കുന്നവനെ കണ്ടാൽ, മയക്കുമരുന്ന് കൂട്ടായ്മയുടെ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ നമ്മുടെ മോൻ പോയി നിൽക്കുന്നത് കണ്ടാൽ, അയാളുടെ കുട്ടിയുടെ വാപ്പാനെ വിളിച്ച് സ്വകാര്യമായിട്ട് പറയാ, നമ്മളെ മോനൊന്ന് സൂക്ഷിക്കണം കേട്ടോ, ആ വൃത്തികെട്ട ചങ്ങാതിമാരുടെ കൂടെ കണ്ടു. ബാപ്പ അത്ഭുതത്തോടു കൂടി കണ്ടോ എന്ന് ചോദിച്ച്
റബ്ബിനോട് പ്രാർത്ഥിച്ച് എന്റെ മോനെ പെടുത്തല്ലേ എന്ന് പറയില്ല, ഉടനെ തട്ടുത്തരം. ആരുടെ മക്കളാ അവിടെ അത്ര നല്ലവര്? ഇവിടെ ആരാ കുടിക്കാത്തത്? ഇവിടെ ആരാ കഴിക്കാത്തത് എന്ന ചോദ്യ വാപ്പാരെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ശരിയാണോ അല്ലേ? ഇതൊക്കെ ഒരു, ഞാൻ പറയുന്നത് സത്യമാണോ അല്ലേ നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ അല്ലേ? ഇത്രയും മദ്രസയും ദീനും വിജ്ഞാനവും ഉള്ള ടീമാണ് ആര്? മുസ്ലിങ്ങള്. എന്നിട്ട് നമ്മൾ കാണിക്കേണ്ട ദൂർത്ത് മറ്റുള്ളവർ കാണിക്കണ്ടോ? ഉണ്ടോ? കല്യാണത്തിന് പടച്ചോന്റെ പൊരുത്തെങ്ങനെ കിട്ടും? എങ്ങനെ ശരിയാകുക? വിശന്ന് വയറ് ഒട്ടിയിട്ട് ഖന്തക്കിന്റെ കിടങ്ങ് കുടിച്ച സഹാബത്ത് അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, നബിയേ, കുപ്പായം പൊക്കിയിട്ട് പറഞ്ഞു, നബിയേ, ഞങ്ങളുടെ വിശന്ന് സഹിക്കാനാവാതെ വയറ്റത്ത് ഒരു കല്ല് കെട്ടിയിട്ടാണ് നബിയേ ഞങ്ങൾ ഈ കിടങ്ങ് കുഴിക്കുന്നത്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചിട്ട് പറഞ്ഞു, സാരില്ല. അപ്പൊ അവര് പറഞ്ഞു, നബിയെ സാരില്ല എന്ന് പറഞ്ഞിട്ട് എന്താ? ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റണില്ല. അള്ളാന്റെ റസൂലുള്ളാന്റെ മേൽ കുപ്പായം പൊക്കി. അവർ ഒരു കല്ല കെട്ടിയത്, റസൂലുള്ള 2 കല്ല് കെട്ടിയിട്ടുണ്ട്. സഹാബത്ത് കുപ്പായം താഴ്ത്തി കരഞ്ഞു അല്ലേ? ഉണ്ടായിട്ടില്ലേ? തബൂക്ക് മദീനയിൽ നിന്ന് 650 കിലോമീറ്റർ അപ്പുറത്ത, അവിടേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഏറ്റവും വലിയ സൈന്യം പുറപ്പെടുന്നത്. 30,000-ഓളം വരുന്ന സഹാബത്ത് യുദ്ധത്തിന് പോവുക തബൂക്കിലേക്ക്. എത്ര കിലോമീറ്റർ ഉണ്ട് മദീനത്തുനിന്ന്? എത്ര? 650 കിലോമീറ്റർ. എങ്ങനെ പോവുക? ഹെലികോപ്റ്റർ ഉണ്ടോ? കാറുണ്ടോ? ട്രെയിൻ ഉണ്ടോ? എന്താ ഉള്ളത്? ഒട്ടകം, പിന്നെ കാൽനട. സഹാബത്ത് അങ്ങനെ നബിയോട് ചോദിച്ചു, നബിയെ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ചൂടാണ്, എന്തു ചെയ്യും നമ്മൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ തീരുമാനിക്കി, നമ്മൾ പോവില്ലാതെ മാർഗം നമ്മുടെ മുമ്പിലില്ല. അവർ 2 ലക്ഷത്തോളം വരുന്ന റോം സൈന്യം നമ്മളെ ആക്രമിക്കാൻ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ ആയുധങ്ങളോ ബലങ്ങളോ ഒന്നുമില്ല. പട്ടിണി കൊണ്ട് പൊറുതിമുട്ടുന്ന സമയമാണ്. കുടിക്കാൻ വരെ നേരെ വെള്ളം കയ്യിലില്ലാത്ത സമയമാണ്. നബിയേ, എന്തു ചെയ്യും? അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്ക് കേട്ട് സഹാബത്ത് ഒരുങ്ങി. 30,000-ഓളം വരുന്ന ടീം പോവുകയാണ്. നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട്, എന്താ കയ്യിലുള്ളതൊക്കെ കൊണ്ടുവരി. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു കുറച്ച് സംഭാവന കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കുറച്ച് സംഭാവന കൊടുത്തു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു കുറച്ച് സംഭാവന കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എങ്ങനെ നമ്മൾ പോവുക? 650 കിലോമീറ്റർ പോകണം. ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് എത്ര ഉണ്ട്? 100 കിലോമീറ്റർ ആ കോഴിക്കോട്ടേക്ക്. അങ്ങനെ 6 വട്ടം പോകണം. അത് നടന്നിട്ട് പോകണം. എങ്ങനെ പോകും? സഹാബത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു പറഞ്ഞു, നബി, എന്റെ അണ്ടറിൽ, എന്റെ കീഴിൽ 900 ഒട്ടകമുണ്ട്, ഞാൻ തരാം. 900 ഒട്ടകത്തെ കൊടുത്തു. 100 കുതിരയുണ്ട്, അതും തരാം, അതും കൊടുത്തു അള്ളാന്റെ മാർഗത്തിൽ. എന്നിട്ട് പുറപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 30,000 സഹാബത്തിനെ ഡിവൈഡ് ചെയ്തു ആകെയുള്ള ഒട്ടകവുമായി. അപ്പൊ 17 പേർക്ക് ഒരൊട്ടകം കിട്ടും. ഒരാൾ ഒട്ടകപ്പുറത്ത് കയറുക, 16 ആൾ കൂടെ നടക്കുക. കുറെ കഴിയുമ്പോ കയറിയാൾ ഇറങ്ങുക, 16-ൽ ഒരാൾ കയറുക, അപ്പൊ വീണ്ടും 16 ആൾ നടക്കുക. 17 പേർക്ക് ഒരൊട്ടകം. 650 കിലോമീറ്റർ പോകണം തബൂക്കിലേക്ക്. നടക്കാൻ തീരുമാനിച്ചു. 100 കിലോമീറ്റർ കഴിഞ്ഞു, നടക്കാണ്. ഒട്ടകം എന്ന് പറഞ്ഞാൽ ഒരാളുണ്ടോ, ഒട്ടകത്തിന്റെ കൂടെ, ഓരോ ഒട്ടകത്തിന്റെ കൂടെയും 16 ആൾ നടക്കാണ്ട്. നടന്നു. 200 കഴിഞ്ഞു, 300 പകുതി ദൂരാവുന്നേ ഉള്ളൂ. എല്ലാവരുടെ കയ്യിലെ തോൽപാത്രത്തിലെ വെള്ളം കഴിഞ്ഞു. അത്ര വലിയ ചൂടാണ്. സഹാബത്ത് വയർത്ത് കുളിക്കാൻ തുടങ്ങി. ഇനി വേർക്കാനുള്ള നീരുമില്ലാതെയാകുന്ന അവസ്ഥയായി. നബിയോട് സഹാബത്ത് പറഞ്ഞു, നബിയെ, എന്തു ചെയ്യും? നമ്മൾ കുടിക്കാൻ പോലും വെള്ളമില്ല, ഇനി നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും? അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഏതായാലും കുറച്ചൊട്ടകങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ, കുറച്ചൊട്ടകത്തെ അറക്കാം. ഒട്ടകത്തെ വീണ്ടും അറുത്തു. എന്നിട്ട് ഒട്ടകത്തിന്റെ വയറിനുള്ളിൽ കാണുന്ന കിർഷെടുത്തിട്ട് നബി പറഞ്ഞു, തോൽപാത്രങ്ങൾ കൊണ്ടുവരാൻ. ആ കിർഷ് പീഞ്ഞു. ഒട്ടകത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന കിർഷ് പീഞ്ഞിട്ട് സഹാബത്തിനോട് പറഞ്ഞു, കുടിച്ചോളൂ പറഞ്ഞു. എല്ലാവരും കുടിച്ചു. വീണ്ടും നടന്നു. അങ്ങനെ തബൂക്കിലേക്ക് പോകുന്നത്. അവര് പോകുന്ന സ്വർഗത്തിലേക്ക് പോകാനാ ഞാനും നിങ്ങളുമൊക്കെ പ്രിയപ്പെട്ടവരെ മുസ്ലിമായി മുഅ്മിനായി ജീവിക്കുന്നത്. എന്തുണ്ട് കോപ്പ് നമ്മുടെ കയ്യിൽ? എന്ത് പടക്കോപ്പാണ് നമ്മുടെ കയ്യിലുള്ളത്? എന്തൊരുക്കമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്? നാളേക്ക് വേണ്ടി എന്താണ് നിങ്ങൾ സമ്പാദിച്ചിട്ടുള്ളത്? ശിഹാബ് എന്ന് ഞാൻ എന്നോട് ചോദിക്കണം. ശിഹാബേ, എന്തൊരുക്കമാണ് ഇന്ന് രാത്രി നീ മരിച്ചാൽ സ്വർഗമെന്ന് പറയുന്ന ആകാശഭൂമിയോളം വിശാലമായ ലോകത്തിലേക്ക് പോകാൻ എന്താ എന്റെ കയ്യിലുള്ളത്? കറക്റ്റ് 5 നേരത്തെ നിസ്കാരം ഉണ്ടോ ജമാഅത്തായിട്ട് അള്ളാന്റെ മുമ്പിൽ വെക്കാൻ? ഞാൻ ഇവിടുത്തെ പുരുഷന്മാരോട് ചോദിക്കുക, പടച്ചോനെ, ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടൊന്നും എൻ്റെ ജമാഅത്ത് പോയിട്ടില്ല, കറക്റ്റായി ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്,
അതിന്റെ കൂടെ സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട്, റവാത്തിബ് നിസ്കരിച്ചിട്ടുണ്ട്, പറ്റാവുന്ന തിങ്കളാഴ്ചയും വ്യാഴാഴ്ച ഒക്കെ നോമ്പെടുത്തിട്ടുണ്ട്. അള്ളാഹ് റമദാനിലെ ഒരു നോമ്പ് ഞാൻ കാരണമില്ലാതെ കളയാറില്ല. പടച്ചോനെ, സമ്പത്ത് കണക്ക് കൂട്ടി 2.5% ഞാൻ എല്ലാ വർഷവും സക്കാത്ത് കൊടുക്കാറുണ്ട്. ഇതെങ്കിലും അള്ളാന്റെ മുമ്പിൽ വെക്കാൻ എന്റെയും നിങ്ങളുടെയും കയ്യിലുണ്ടോ? ഉണ്ടോ? സ്വഹാബത്ത് സഹിച്ച ത്യാഗമൊന്നും വേണ്ട. ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് സ്വഹാബത്ത് ഇറങ്ങുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഅ്ഷ് റളിയല്ലാഹു അൻഹു പറയാ, സഅദ് റളിയല്ലാഹുവിനോട് പറയാ, സഅദ് ഞാൻ ഇറങ്ങാണ്, നമ്മളെല്ലാവരും ഒന്നിച്ചിറങ്ങുക. ശത്രുക്കൾ കുറച്ച് ചില്ലറക്കാരല്ല, ഒരു ബദറിൽ സംഭവിച്ചതിന്റെ വേദന തീർക്കാൻ നിൽക്കുന്നവരാ. ഞാൻ എൻ്റെ കയ്യിൽ മൂർച്ച കുറഞ്ഞ വാളാണുള്ളത്, നമ്മളെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. പക്ഷേ അവരുടെ കൂട്ടത്തിലെ ചില നേതാക്കന്മാരെ വകവരുത്തുകയല്ലാതെ യുദ്ധത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് സഅദേ, ഞാൻ ആഞ്ഞു വീശും. പക്ഷേ ശത്രുക്കളുടെ കൂട്ടത്തിലെ നേതാക്കന്മാർ എൻ്റെ വാളുകൊണ്ട് താഴെ വീഴുന്നത് കാണുമ്പോൾ അവരെന്നെ ജീവനോടുകൂടി പിടിച്ചു കൊണ്ടുപോകും. എന്നിട്ട് അവരെൻ്റെ കണ്ണ് ചുഴിഞ്ഞെടുക്കും, എന്നെ കൊല്ലാതെ. എൻ്റെ മൂക്കവർ അരിഞ്ഞെടുക്കും, എൻ്റെ ചെവി അവർ ചെത്തിയെടുക്കും. മരിപ്പിക്കാതെ എൻ്റെ 2 കൈകളും അവർ വെട്ടും. കൊന്നു തീർക്കാതെ എൻ്റെ കാലുകൾ അവർ മുറിച്ചു മാറ്റും. അവസാന സമയത്ത് എൻ്റെ കഴുത്ത് മുറിച്ച് എൻ്റെ തലഭാഗം പാറക്കൂട്ടത്തിൽ പ്രദർശനത്തിന് വെക്കും അവർ. അങ്ങനെ സംഭവിക്കുമെന്ന് എൻ്റെ മനസ്സ് തോന്നുന്നു. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ഇപ്പൊ തന്നെ അള്ളാഹിനോട് പറയാ, റബ്ബേ, അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ ശുഹദാക്കൾ എങ്ങനെ മരിച്ചു വീണു അങ്ങനെ കൊണ്ടുവരുമെന്നല്ലേ നീ പറഞ്ഞത്? നാളെ പല ലോകത്തൊരു പാത്രത്തിൽ, ഒരു കൊട്ടയിൽ റബ്ബേ, എൻ്റെ മുറിഞ്ഞു പോയ ശത്രുക്കൾ മുറിച്ചു മാറ്റിയ കാലുകൾ, ശത്രുക്കൾ വെട്ടിയെടുത്ത കൈകൾ, ശത്രുക്കൾ എറിഞ്ഞെടുത്ത ചെവി, ശത്രുക്കൾ ചെത്തിയെടുത്ത മൂക്ക്, ശത്രുക്കൾ ചുടുന്നെടുത്ത കണ്ണ്, എൻ്റെ വയറ് കുത്തിപ്പൊളിച്ച് കുടൽമാലകൾ ആ യുദ്ധഭൂമിയിലെ മണൽത്തരികളിലേക്ക് വലിച്ചെറിഞ്ഞ എൻ്റെ കുടൽമാലകൾ, ദൂരേക്ക് കൊണ്ടുപോയി വെച്ച എൻ്റെ തല, റബ്ബേ, അത് പരലോകത്തങ്ങനെ ഹാജരാക്കുമ്പോ ഞാൻ നിന്നോട് തൊലികൾ സംസാരിക്കുന്ന കോടതിയിൽ, കാലുകൾ സാക്ഷി പറയുന്ന കോടതിയിൽ, തൊലികൾ സംസാരിക്കുന്ന കോടതിയിൽ റബ്ബേ ഞാൻ നിന്നോട് പറയും, റബ്ബേ, നിന്റെ മാർഗത്തിലിറങ്ങി ശത്രുക്കൾ ദേഷ്യം സഹിക്കാനാവാതെ മുറിച്ചു മാറ്റിയ കാലുകളാണിത്, ഇതിന് പകരം സ്വർഗം കൊണ്ട അല്ലാ എന്ന് ഞാൻ പറയുമ്പോ തട്ടിക്കളയരുത് റബ്ബേ എന്റെ യാചന. ശത്രുക്കൾ മുറിച്ചു മാറ്റിയ കൈക്ക് പകരം സ്വർഗം കൊണ്ട റബ്ബേ എന്ന് പറയുമ്പോ തട്ടിക്കളയരുത് റബ്ബേ എന്റെ പ്രാർത്ഥന. ശത്രുക്കൾ ചുടുന്നെടുത്ത കണ്ണിന് പകരം സ്വർഗം കൊണ്ട റബ്ബേ എന്ന് പറയുമ്പോ തട്ടിക്കളയരുത് റബ്ബേ എന്റെ പ്രാർത്ഥന. സാഗറല്ലാഹു ആമീൻ ആമീൻ എന്ന് പറഞ്ഞു. യുദ്ധം അവസാനിച്ചു. പ്രിയപ്പെട്ടവരെ, ഓരോ യുദ്ധകാര്യങ്ങളും തെരഞ്ഞന്വേഷിച്ചപ്പോ ഈ മഹാനായ സഹാബിയെ കാണാനില്ല. അദ്ദേഹത്തിന്റെ കാല് വേറെ സ്ഥലത്ത്, കൈ വേറെ സ്ഥലത്ത്, കണ്ണ് ചുടുന്നെടുത്തിരിക്കുന്നു, ചെവി തലഭാഗത്ത് കാണാനില്ല, തലഭാഗം പാറക്കൂട്ടത്തിലുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ചേർത്തു വെക്കൂ, ചേർത്തു വെക്കൂ, ഖബറിലേക്ക് ചേർത്തു വെക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഉഹദ് സന്ദർശിക്കുമ്പോ 3 ആളുടെ ഖബർ വേറെ എങ്ങനെ കാണും? അത് ഒന്ന് ഹംസ റളിയല്ലാഹുവിന്റെ ഖബറ, ഒന്ന് ഈ മഹാനായ സഹാബിയുടെ ഖബറ. അറിയോ, അവിടൊക്കെ ശരീരം വല്ലാതെ കുത്തിക്കീറിയ അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് അവരുടെ 3 പേരുടെയും ഖബർ വേറെ കാണാം. അവിടെ അവർ പോകുന്ന സ്വർഗത്തിലേക്ക്. പടച്ചോനെ, ശത്രുക്കൾ മുറിച്ചു മാറ്റിയ കൈക്കും അരിഞ്ഞു മാറ്റിയ കാലുകൾക്കും ചെത്തിയെടുത്ത മൂക്കിനും അരിഞ്ഞെടുത്ത ചെവിക്കും ചിന്നിച്ചെറിയ കുടൽമാലകൾക്കും തെറിച്ചു പോയ തലക്കും പകരം സ്വർഗം കൊണ്ട റബ്ബേ എന്ന് പറയുമ്പോ ഈ ക്യാമ്പിൽ വന്നവരെ, എന്റെ നിസ്കാരത്തിന് പകരം, എന്റെ നോമ്പിന് പകരം, ഞാൻ നിർവഹിച്ച സക്കാത്തിന് പകരം, ഞാൻ ചെയ്ത ഹജ്ജിന് പകരം, ഞാൻ എന്റെ അയൽവാസികളെ സ്നേഹിച്ചതിന് പകരം, ആരെയും ഉപദ്രവിക്കാത്ത എന്റെ നാവിന് പകരം, പടച്ചവരെ വിശാലമായ എന്റെ ഹൃദയത്തിന് പകരം സ്വർഗം കൊണ്ട റബ്ബേ എന്ന് പറയാൻ എന്തുണ്ട് നമ്മുടെ കയ്യിൽ? എന്താ നമ്മുടെ കയ്യിലുള്ളത്? ഞാൻ അവസാനിപ്പിക്കുക. എന്റെ ജേട്ടൻ എത്ര വിളിച്ചാലും പള്ളിക്ക് വരൂല, അതുകൊണ്ട് നമ്മളെന്തിനു വരാതിരിക്കുന്നത്? എന്റെ അനിയന് ശരിയില്ല, അതുകൊണ്ട് നമ്മളെന്തിനു വരാതിരുന്നത്? എന്റെ വാപ്പ എത്ര ശ്രമിച്ചിട്ടും ശരിയാവില്ല, എന്ന് നമ്മളെന്തിനാ വരാതിരുന്നത്? ഇതൊന്നും പരലോകത്ത് വില പോകൂല. നഫ്സി നഫ്സി, എനിക്ക് എന്റെ ശരീരം, എന്റെ നഫ്സ്, എന്റെ നഫ്സ്. അവിടെ വാപ്പാനെ നോക്കുന്നില്ല, ഉമ്മാനെ നോക്കുന്നില്ല. നൂഹ് നബി സ്വർഗത്തിലാ, ഇമ്രഅത്തു നൂഹ് ഭാര്യ നരകത്തിലാ. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു നബിയാ, സ്വർഗത്തിലാ. ഇമ്രഅത്തു ലൂത്ത് നരകത്തിലാ. നൂഹ് നബിന്റെ മോൻ നരകത്തിലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിലാ, വാപ്പ നരകത്തിലാ. മുത്തി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ ആദ്യം കിടക്കുന്ന മഹാപ്രവാചകനാ. ആ പ്രവാചകന്റെ കുടുംബത്തിൽ പലരും നരകത്തിലാ. പിന്നെ ആര് കാക്കുന്നു ചേച്ചടങ്ങൾ ഇരിക്കണേ?
ആര് രക്ഷിക്കുമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ കാത്തിരിക്കുന്നത്? ഒരു ഭർത്താവ് ഉണ്ടാവില്ല, ഒരു ഭാര്യ ഉണ്ടാവില്ല. ഭർത്താവ് എന്ത് പറഞ്ഞാലും അനുസരിക്കാം. പക്ഷെ ദീന് വിട്ട് കളിക്കാൻ പറഞ്ഞ നീ മഫ്തടരുത്, അനുസരിക്കേണ്ട ആവശ്യമില്ല. നീ നിസ്കരിക്കരുത്, അനുസരിക്കേണ്ട ആവശ്യമില്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പർദ്ദയും നല്ല കുറച്ച് ഇറക്കമുള്ള ടോപ്പുള്ള ചുരിദാറൊന്നും ആവശ്യമില്ല. ചെറിയ ഷോർട്ടായ ടോപ്പ് മതി, അതെന്നെ കീറിയത് മതി എന്നൊക്കെ ഭർത്താവ് പറയുമ്പോൾ, അതാ നിനക്ക് ഭംഗി എന്ന് പറയുമ്പോൾ, ആ ഭംഗി എന്റെ ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ളതാ, നാട്ടുകാരുടെ കഴുകക്കണ്ണുകൾക്ക് കൊത്തിവലിക്കാനുള്ളതല്ല. അനുസരിക്കാതിരിക്കണം. ബാക്കി എന്ത് പറഞ്ഞാലും അനുസരിക്കണം. കുടുംബത്തിലെ കല്യാണം ഉണ്ട്, പോകണ്ട പോകണ്ട, അനുസരിച്ചോളൂ ഭർത്താവിനെ. മാർക്കറ്റിക്ക് പോകരുത്, പോവണ്ട. മനസ്സിലായില്ലേ? ഇപ്പൊ പോകുന്ന കോളേജ് എനിക്ക് ഇഷ്ടമല്ല, വേറെ കോളേജ് ചേരണം, മാറി ചേർന്നോ. പക്ഷെ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞാലോ അനുസരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പരലോകം നമ്മളൊറ്റക്ക. ആര് കാത്തിരിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. ധാരാളം പെൺകുട്ടികളെ പീഡിപ്പിച്ച കഥ വരുമ്പോൾ അവർ അടുപ്പമുള്ളവരിൽ ഉണ്ടാകുന്നു എന്ന വാർത്ത ശതമാനക്കണക്ക് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു ചിന്തയും ആലോചനയുള്ളവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇതിന് പുറമെ ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. അല്ലാഹു തആല ഈ സംഗമം അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു ഈത്തമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.